ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിൽ അളീമിൽ ഖുദ്റതി വശ്ശാൻ ശദീദിൽ ബത്ശി വൽ ബുർഹാൻ ആഫിലിദ്ദീനി വൽ ഖുർആനി മാ ശാ അല്ലാഹു കാൻ. ബിസ്മില്ലാഹി മാ ലം യശഅ ലം യകുൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله صدق الله مولانا العلي العظيم. وقال النبي صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر سبيل وعد نفسك من أصحاب القبور. قال رسول الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ആദരണീയരായ പണ്ഡിതന്മാരും ബഹുമാന്യരായ രക്ഷിതാക്കൾ, സ്നേഹമുള്ള യുവ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാനു ഷരീഫ് നമ്മളോട് യാത്ര പറയാനിരിക്കുന്ന ഈ സന്ദർഭത്തിൽ സത്യവിശ്വാസികളായ മുഴുവൻ ജനവിഭാഗങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കുവാനും ആരാധിക്കുവാനും നന്മകളെ വർദ്ധിപ്പിക്കുവാനുമുള്ള നല്ല അവസരങ്ങളെ കൃത്യമായി വിനിയോഗിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും പോരായ്മകൾ പരിഹരിക്കപ്പെട്ട ഇബാദത്തുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ പാരത്രിക ലോകത്ത് അനുകൂലമായി സാക്ഷിയാകുന്ന സജ്ജനങ്ങളിൽ സർവശക്തനായ അല്ലാഹു തആല ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നാം ദുആ കൊണ്ട് കടപ്പെട്ട മുഴുവൻ ആളുകളെയും റമളാന് കൊണ്ട് വിജയം നേടിയവരിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ കഴിഞ്ഞ ഒരു മാസക്കാലം നന്നായി നിസ്കരിക്കുകയും നന്നായി നോമ്പെടുക്കുകയും ധാരാളമായി ഇബാദത്തുകളിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ വിശുദ്ധമായ റമളാനു ഷരീഫ് കൊണ്ട് എന്തൊക്കെ അർത്ഥമാക്കിയിട്ടുണ്ടോ, റമളാനു ഷരീഫ് കൊണ്ട് എന്തൊക്കെയാണ് ലക്ഷ്യമിട്ടത് എന്നും ആ റമളാന് കൊണ്ട് എന്തൊക്കെയാണ് നേടിയെടുക്കാനുള്ളത് എന്നുമൊക്കെ വളരെ കൃത്യമായി അറിയുകയും ബോധവാന്മാരാവുകയും ചെയ്തുകൊണ്ട് ഈ ഒരു മാസക്കാലം നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെയും ആത്മീയമായ ചിന്തകളുടെയും ഒക്കെ പ്രതിഫലനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിഴലിച്ച് കാണേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിച്ച് കാണേണ്ടതുമായ കാര്യങ്ങൾ റമളാന് കൊണ്ട് എത്ര കണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നത് റമളാൻ കഴിഞ്ഞതിനു ശേഷമുള്ള 11 മാസക്കാലത്തിനിടക്കാണ് നമുക്ക് ബോധ്യപ്പെടേണ്ടത്. റമളാൻ ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്, റമളാൻ കൊണ്ട് ഒരാൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അർത്ഥം പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞിട്ടുള്ള 11 മാസക്കാലത്തിനിടക്ക്
അവന്റെ ജീവിത യാത്രകളിൽ ആ റമളാനിന്റെ പ്രവർത്തന പ്രതിഫലനങ്ങൾ അവനിൽ പ്രകടമാകുന്നു എന്നതാണ്. ആ റമളാനു ശരീഫ് അല്ലാഹു തആല നമുക്ക് നൽകിയത് പ്രവിശാലമായ പ്രപഞ്ചലോകത്തിന്റെ പ്രതലങ്ങളിൽ പടച്ച തമ്പുരാന്റെ പ്രതിനിധികളായി കടന്നു വരികയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി പാരത്രിക ലോകത്തെ പരമപ്രധാനമായ വിജയത്തിലേക്ക് കടന്നുപോകാനുള്ള വഴിയിടങ്ങളെ വെട്ടിത്തെളിയിക്കുകയും ചെയ്യേണ്ട വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സമരമുണ്ട്. ഈ ലോകത്ത് നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ശക്തമായ സമര പ്രവർത്തനങ്ങളുണ്ട്. ആ സമര പ്രവർത്തനങ്ങളും ആ യുദ്ധമുറകളും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ ആ ജന്മശത്രുവായ ശൈത്താനോട്, പിശാചിനോട് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ ധാരാളം വരികളിലൂടെ മനുഷ്യനെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയ മനുഷ്യവർഗത്തിന്റെ ആ ജന്മശത്രുവാണ് ശൈത്താൻ. അല്ലാഹുവിന്റെ ഖുർആൻ ആ കാര്യം അടിക്കടി നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്താൻ മനുഷ്യന്റെ ശത്രുവാണ്. ശൈത്താൻ മനുഷ്യന്റെ കഠിനമായ പ്രതിയോഗിയാണ്. ആ പ്രതിയോഗിയായ പ്രതിപക്ഷത്തുള്ള ശത്രുവിനെ കണ്ടറിഞ്ഞുകൊണ്ട് അവനെ കൈകാര്യം ചെയ്യേണ്ട റൂട്ടിലൂടെ കൈകാര്യം ചെയ്യലാണ്. അങ്ങനെ ആ ശത്രുവിനെ മനസ്സിലാക്കി വിലയിരുത്തി അവനോട് ഇടപെടലാണ് ഈ ലോകത്ത് മനുഷ്യൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ മുമ്പിൽ നിന്ന് വിജയം നേടി തിരിച്ചു പോരുമ്പോൾ ആ യുദ്ധക്കളത്തിൽ നിന്ന് തിരിച്ചു പോരുന്ന വഴിയോരത്ത് വിശ്രമിക്കാനിരിക്കുന്ന അള്ളാന്റെ ഹബീബ് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകന്മാരാകുന്ന സ്വഹാബത്തിനോട് പറയുകയാണ്, അല്ലയോ സ്വഹാബ, നമ്മൾ ഇതുവരെയും കൈകാര്യം ചെയ്തതിനേക്കാളും ഏറെ ഭയാനകമായ ശത്രുക്കൾ, ഇതുവരെയും നമ്മൾ നേടിയതിനേക്കാളും വലിയ വിജയത്തിലേക്ക്, ഇതുവരെ നമ്മൾ കണ്ടതിനേക്കാളും വലിയ ശത്രുവിനോട് യുദ്ധം ചെയ്തുകൊണ്ട് ആ ശത്രുവിനോടുള്ള യുദ്ധമുഖത്ത് വിജയിക്കാൻ വേണ്ടി വിധിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ കഴിഞ്ഞുപോയ യുദ്ധത്തിനേക്കാളും വലിയ ഒരു യുദ്ധമുഖത്തേക്കാണ് നമ്മൾ പോകാനിരിക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബ ചോദിക്കുന്നു, നബിയേ, ശത്രുവിന്റെ വാൾത്തലപ്പിന് മുമ്പിൽ ശിരസ് വെച്ചുകൊടുത്ത് നമ്മൾ നടത്തിയ ധീരമായ പോരാട്ടത്തിനേക്കാളും വലിയ യുദ്ധമേതാണ്? നമ്മൾ ഇപ്പോൾ ഇതുവരെ അഭിമുഖീകരിച്ചതിനേക്കാളും വലിയ യുദ്ധമുഖമേതാണ് നബിയേ? അള്ളാഹുവിന്റെ ഹബീബിനോട് അവിടുത്തെ സ്വഹാബ ചോദിക്കുമ്പോൾ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇതുവരെ നിങ്ങൾ നടത്തിയത് ഒരു ബാഹ്യമായ ശത്രുവിനോടുള്ള യുദ്ധമാണ്. എന്നാൽ നിങ്ങളെ ആന്തരികമായി പോലും നശിപ്പിക്കാൻ കഴിയുന്ന നിങ്ങളുടെ ആ ജന്മശത്രുവായ ശൈത്താൻ, ആ ശൈത്താനോടുള്ള യുദ്ധമുഖത്തേക്കാണ് ഇനി നിങ്ങൾ പോകാനുള്ളത്. ആ പിശാചിനോടുള്ള പോരാട്ട മണ്ണിലേക്കാണ് ഇനി നിങ്ങൾ തിരിച്ചു ചെല്ലുന്നതോ. വഖാലിഫിൻ നഫ്സ വശൈത്താന ഫഅസിഹിമാ ഫഇൻഹുമാ മഹലാ കന്നുസ്ഹ ഫത്തഹിമീ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിങ്ങളുടെ ശരീരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പിശാച് നിങ്ങളെ അധർമ്മങ്ങളിലേക്ക് ആനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ
പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് വിധേയരായി കഴിയാതെ, ആ പിശാചിന്റെ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകാതെ, നിങ്ങളെ ശരീരത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ശൈത്താൻ നിങ്ങളോട് നടത്തുന്ന ആ ശക്തമായ സമര പോരാട്ടങ്ങളിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ടോ? ആ ശത്രുവിനോടുള്ള യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ സ്വഹാബത്തിന് അള്ളാന്റെ ഹബീബ് മാർഗദർശനം നൽകുകയാണ്. ഇതുവരെ നമ്മൾ നടത്തിയത് ആയുധങ്ങളേന്തിയ ശത്രുവിനോടുള്ള യുദ്ധമാണ്. അബാഹ്യമായി തന്നെ നമ്മെ തകർക്കാനും പ്രതിരോധിക്കാനും കഴിയുന്ന ശത്രുവിനോടുള്ള പോരാട്ടമാണ്. എന്നാൽ ഇനി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആന്തരികമായ ശത്രുവിനോടുള്ള യുദ്ധമാണ്. ആ യുദ്ധമാണ് ഏറ്റവും വലിയ യുദ്ധം. അള്ളാന്റെ ഹബീബ് ആ യുദ്ധത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ജിഹാദുൽ അക്ബർ എന്ന ഏറ്റവും വലിയ യുദ്ധം. പിശാചിനോട് മനുഷ്യൻ നടത്തുന്ന യുദ്ധത്തെ എന്തുകൊണ്ടാണ് ഏറ്റവും വലിയ യുദ്ധമെന്ന് അള്ളാന്റെ ഹബീബ് വിശദീകരിക്കാനുള്ള കാരണമെന്നതിനെ സംബന്ധിച്ച് മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിച്ചു തന്നു. ബാഹ്യമായി ഒരു യുദ്ധക്കളത്തിൽ ശത്രുവിനോട് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ ആ ശത്രു ഏത് വഴിയിലൂടെയാണ് നമ്മെ തകർക്കാൻ വരുന്നത് എന്ന് ആ ശത്രുവിന്റെ റൂട്ടിനെ കുറിച്ച് നമുക്കറിയാം. ആ ശത്രുവിന്റെ ആയുധങ്ങളെ കുറിച്ചറിയാം. ആ ശത്രുവിന്റെ വഴിയോരങ്ങളെ കുറിച്ച് നമുക്കറിയാം. അവന്റെ എല്ലാ ചലനങ്ങളും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതായതുകൊണ്ട് ആ ശത്രുവിനെ കുറിച്ച് നമുക്ക് ബാഹ്യമായി തന്നെ കണ്ടെത്തി അവനെ കീഴടക്കാനും പ്രതിരോധിക്കാനും കഴിയുന്നതുകൊണ്ട് ആ യുദ്ധം ചെറിയ യുദ്ധമാണ്. ആപേക്ഷികമായി വിലയിരുത്തിയാൽ അത് സാഹസികത കുറഞ്ഞുപോയ യുദ്ധമാണ്. എന്നാൽ പിശാചിനോട് മനുഷ്യൻ നടത്തുന്ന യുദ്ധമുണ്ടല്ലോ, ആ യുദ്ധത്തിൽ പിശാചി എങ്ങനെയാണ് നമ്മെ തകർക്കുന്നത് എന്ന വഴി നമുക്കറിയില്ല. ആ പിശാചി നമ്മെ കീഴടക്കാൻ വരുന്ന വഴികളെ കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തരാളത്തിലൂടെ കടന്നു കയറി സഞ്ചരിക്കാൻ കഴിയുന്ന ശൈത്താൻ, മനുഷ്യന്റെ രക്തധമനികളിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നമ്മെ തകർക്കാൻ കഴിയുന്ന ശത്രുവായ ശൈത്താൻ, ആ ശൈത്താന്റെ കെണിവലകളെ കുറിച്ച് കണ്ടെത്തുന്നത് എളുപ്പമല്ല. ആ ശത്രുവിന്റെ ആയുധങ്ങളെ കുറിച്ച് അറിയുന്നത് ഏറ്റവും സാഹസം നിറഞ്ഞ കൃത്യമാണ്. അതുകൊണ്ടാണ് ബാഹ്യമായ ശത്രുവിനോട് നമ്മൾ നടത്തുന്ന യുദ്ധത്തിനേക്കാളേറെ, ബാഹ്യമായ നിലക്കൊരു ശത്രുവിനോട് നമ്മൾ നടത്തുന്ന പോരാട്ടത്തിനേക്കാളേറെ വലിയ പോരാട്ടമാണ്, വലിയ യുദ്ധമാണ് ശൈത്താനോടുള്ള യുദ്ധമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ ജിഹാദുൽ അക്ബർ നിരന്തരമായ ഒരു സത്യവിശ്വാസി ജീവിതത്തിന്റെ മുഴുവൻ ഇടങ്ങളിലും കൃത്യമായി നിർവഹിക്കേണ്ട യുദ്ധമാണ്. ആ യുദ്ധത്തിൽ നിന്ന് ഒഴിവാകുന്ന മനുഷ്യനില്ല. ആ യുദ്ധമുഖത്തിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കാൻ കഴിയുന്ന മനുഷ്യരില്ല. ശൈത്താനോട് പോരാടിയിട്ട് വേണം നമുക്ക് വിജയം നേടാൻ. അങ്ങനെ വിജയിച്ചാൽ ആ വിജയത്തിന് മാറ്റുണ്ട്. അപ്പോഴാണ് നമ്മൾ മലക്കുകളെക്കാളും പരിപൂർണരായി മഹത്വമുള്ളവരായി മാറുന്നത്. പ്രതികൂല സാഹചര്യങ്ങളോട്, പിശാചിന്റെ വിളയാട്ടങ്ങളോട് വിധേയപ്പെടാതെ പോരാട്ടം നടത്തി വിജയം നേടിയിട്ടാണ് അത്യുന്നതമായ പദവികളിലേക്ക് ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ മലക്കുകളെക്കാളും മനുഷ്യന് മഹത്വത്തിലേറി സഞ്ചരിക്കാൻ കഴിയുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നമ്മൾ ഇനി കടന്നു പോകുന്നത് ഒരു വലിയ യുദ്ധമുഖത്തേക്കാണ്. അഭിമുഖീകരിച്ചതിനേക്കാളും വലിയ യുദ്ധത്തെയാണ് നമ്മൾ നേരിടാൻ പോകുന്നത്. ആ യുദ്ധം ശൈത്താനോടുള്ള യുദ്ധമാണ്. ആ യുദ്ധം എന്തുകൊണ്ടാണ് വലിയ യുദ്ധമായി മാറിയത്? ആ യുദ്ധക്കളത്തിൽ ശത്രുവിന്റെ ആയുധത്തെ കുറിച്ച് നമ്മൾ അജ്ഞരാണ്. ആ പോരാട്ടം കനത്തതാകുകയാണ്. ആ പോരാട്ടം കനമേറിയതാവുകയാണ്. ആ പോരാട്ടം സാഹസികത നിറഞ്ഞതാവുകയാണ്.
അതുകൊണ്ടാണ് ആ യുദ്ധത്തെയാണ് സ്വന്തം ശരീരത്തിന്റെ ഇച്ഛകളെ ശൈത്വാൻ സ്വാധീനിച്ച് നമ്മെ അള്ളാഹു പൊരുത്തപ്പെടാത്ത വിശ്വാസ കർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ കർമ്മങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്, വിശ്വാസങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെയും ആത്മീയതയെയും ആത്മാവിനെയും മുറിവേൽപ്പിക്കുവാനും പരിക്കേൽപ്പിക്കുവാനും വരുന്ന പിശാചിനോട് നമ്മൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ്, അത് ജിഹാദുൽ അക്ബറാണ്. ആ പോരാട്ടത്തിലെ ശത്രു ഏറ്റവും വലിയ ശത്രുവാണ്. ഇന്ന ശൈത്താന ലക്കും അദുവ്വ് ഫത്തഖിദൂഹു അദുവ്വാ. ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്. ആ ശൈത്താനെ നിങ്ങൾ ശത്രുവായി തന്നെ പരിഗണിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യണം. ആ ശത്രു ഏത് വഴിയിലൂടെയും നമ്മെ കടന്നാക്രമിക്കാൻ സാധ്യതയുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കുറെ വരകൾ വരക്കുകയാണ്. അങ്ങനെ കുറെ വരകൾ വരച്ചിട്ട് അള്ളാന്റെ ഹബീബ് ആ വരകൾക്കിടയിലൂടെ കൃത്യമായ ശരിയായ ഒരു വര വരക്കുകയാണ്. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുമായി വരച്ചുകൂട്ടിയ വരകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അള്ളാന്റെ ഹബീബ് പറയുകയാണ്, ആദിഹി സുബുലുൻ യദൂ അലാ സബീലിൻ മിന്നായി ശൈത്താനുൻ യദൂ ഇലൈഹി. നിങ്ങൾ ഈ കാണുന്ന വരകളെല്ലാം ചില വഴികളാണ്, ഈ വരകളെല്ലാം ചില റൂട്ടുകളാണ്. അലാ സബീലിൻ മിൻഹാ, ആ വഴികളുടെ വഴിയോരങ്ങളിൽ വെച്ചുകൊണ്ട്, ആ റൂട്ടുകളുടെ വഴിയിടങ്ങളിൽ വെച്ചുകൊണ്ട് ശൈത്താൻ നിങ്ങളെ വഴികേടിലേക്ക് ക്ഷണിക്കുകയാണ്. ശൈത്താൻ നിങ്ങളെ വേണ്ടാവൃത്തികളിലേക്ക് ആനയിക്കുകയാണ്. അങ്ങനെ ശൈത്താന് കടന്നു പോകാനും നമ്മെ കൊണ്ടുപോകാനുമുള്ള വഴികൾ ഒരുപാടുണ്ടെന്ന് അള്ളാന്റെ ഹബീബ് ചൂണ്ടിക്കാണിച്ച് വിശദീകരിച്ചു കൊടുത്തിട്ട് പറയുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതിയിട്ട് പറയുകയാണ്, ഫഇന്ന ഹാദാ സിറാത്തീ മുസ്തഖീമൻ ഫത്തബിഊ. ഞാൻ ഈ വരച്ച നേരായ വഴിയുണ്ടല്ലോ, ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ വഴിയാണ് ശരിയായ വഴി. ആ വഴിയിലൂടെയാണ് ഒരു വിശ്വാസിക്ക് യാത്ര ചെയ്യാനുള്ള വഴി. ആ വഴിയുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന റൂട്ടുകളെല്ലാം വഴികേടിന്റെ റൂട്ടുകളാണ്. അലാ സബീലിൻ മിൻഹാ യദൂ ഇലൈഹി ശൈത്താൻ. ആ സിറാത്തുൽ മുസ്തഖീമിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി വളഞ്ഞു പുളഞ്ഞു കിടക്കുന്ന വഴികളിലൂടെയാണ് ശൈത്താൻ നിങ്ങളെ വഴിതെറ്റിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഫലാ തത്തബിഊ, ആ വഴികളെ ഒരിക്കലും നിങ്ങൾ പിന്തുടർന്നു പോകരുത്. വലാ തത്തബിഉ സുബുലാ, അങ്ങനെയുള്ള വഴികളെ നിങ്ങൾ ഒരിക്കലും പിന്തുടർന്നു പോകരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെയുള്ള വഴികളിൽ നിങ്ങൾ കയറി പിടിച്ച് കടന്നുപോയി കഴിഞ്ഞാൽ അള്ളാന്റെ പൊരുത്തമുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടായ്മ, അള്ളാന്റെ പൊരുത്തമുള്ള വിശ്വാസികൾ കടന്നുപോയ കൂട്ടായ്മയുടെ വഴി, ആ വഴികളിൽ നിന്ന് നിങ്ങൾ ഭിന്നിച്ചു പോകുന്നു. ശൈത്താൻ നിങ്ങളെ കട്ടുകൊണ്ടുപോകുന്നു. ശൈത്താൻ നിങ്ങളെ പ്രലോഭിച്ച് വഴിതിരിച്ചു വിടുന്നു. ഏത് സമയത്തും മനുഷ്യൻ ജാഗ്രതയോടുകൂടെ കണ്ടെത്തേണ്ടത്, ഏത് സമയത്തും മനുഷ്യൻ ജാഗ്രതയോടുകൂടെ നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും ചെയ്യേണ്ടത് ശൈത്താനാകുന്ന ശത്രുവിനോടുള്ള പോരാട്ടങ്ങളിൽ കർമ്മകുശലതയോടുകൂടെ മുന്നേറാനുള്ള ആയുധങ്ങളെ സംബന്ധിച്ചുകൊണ്ടാണ് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തെ സ്വഹാബത്തിന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. പൗരാണിക കാലത്തു നടന്ന ഒരു സംഭവം അല്ലാഹുവിന്റെ ഹബീബ് അവിടത്തെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്. ശൈത്താൻ ആരെയും തകർത്ത് കളയും, ശൈത്താൻ ആരെയും നശിപ്പിച്ചു കളയും, ശൈത്താൻ ആരെയും നശിപ്പിക്കാനുള്ള കുതന്ത്രങ്ങളിലൂടെ കടന്ന് സഞ്ചരിക്കാൻ കഴിയുമെന്ന് അവിടത്തെ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ഒരു കഥ പറയുകയാണ്. മുമ്പ് കാലത്ത് ജീവിച്ച ഒരു പണ്ഡിതൻ, ആ പണ്ഡിതനെ വഴിപിഴപ്പിക്കാനുള്ള പരിശ്രമങ്ങളുമായി പിശാച് തന്റെ അജണ്ടകളുമായി മുന്നോട്ടു പോകുമ്പോൾ ആ പുരോഹിതനെ കൊണ്ടൊരു തിന്മ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി പിശാച് ഒരു പെൺകുട്ടിയിൽ രോഗം പരത്തി.
പെൺകുട്ടിയിൽ രോഗം പരത്തി ആ പെൺകുട്ടിക്ക് രോഗം നൽകിക്കൊണ്ട് ആ പെൺകുട്ടി രോഗബാധിതയായി മാറിയപ്പോൾ ആ പെൺകുട്ടിയുടെ ബന്ധുക്കളിൽ പിശാച് തന്നെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നാലിന്ന പുരോഹിതന്റെ അരികിലെത്തിയാൽ നിങ്ങളുടെ രോഗം മാറിപ്പോകും. അങ്ങനെ ശൈത്താന്റെ പ്രേരണയാൽ രോഗബാധിതയായ പെൺകുട്ടിയെയുമായി ആ പണ്ഡിതന്റെ മുന്നിൽ ആ പെൺകുട്ടി എത്തിപ്പെടുകയാണ്. ആ പെൺകുട്ടി തന്റെ മുമ്പിലെത്തുമ്പോൾ ആ പെൺകുട്ടിയോടുള്ള അനാവശ്യമായ അനുരാഗം ആ പണ്ഡിതന്റെ മനസ്സിൽ ശൈത്താൻ ഇട്ടുകൊടുത്തു. പെണ്ണ് പുറത്തിറങ്ങിയാൽ ശൈത്താൻ അവളെ വഴിതെറ്റിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ പണ്ഡിതന്റെ മുന്നിലേക്ക് ആ പെൺകുട്ടി വരുമ്പോൾ ആ പണ്ഡിതന്റെ മനസ്സിൽ പിശാച് പെൺകുട്ടിയോടുള്ള അനുരാഗം ഇട്ടുകൊടുക്കുകയാണ്. അതിന്റെ ഫലമായി ആ പണ്ഡിതൻ ആ പെൺകുട്ടിയെ തന്റെ വൈകാരികമായ താല്പര്യത്തിന് ദുരുപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ ആ കൃത്യങ്ങളെല്ലാം നിർവഹിച്ച ശേഷം ആ പണ്ഡിതന് കുറ്റബോധമുണ്ടാവുകയും വഷളായി പോകുമെന്ന ആശങ്ക മനസ്സിൽ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ പിശാചു തന്നെ ആ പണ്ഡിതന്റെ മനസ്സിൽ ദുർബോധനം നൽകുന്നു. ഏതായാലും ആയില്ലേ, രോഗിയായി വന്ന പെൺകുട്ടിയല്ലേ, ആ പെൺകുട്ടി അങ്ങ് കൊന്നുകളഞ്ഞാൽ മതി, എന്നാ തൽക്കാലം രക്ഷപ്പെടാം. ഇന്നും നമ്മുടെ നാടുകളിൽ നടക്കുന്ന ബലാത്സംഗ കേസുകൾ, ആ ബലാത്സംഗ കേസുകളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ ആ ബലാത്സംഗ കേസുകളുടെ ഒക്കെ പര്യവസാനം നടക്കുന്നത് പീഡിതയായ പെൺകുട്ടിയെ ക്രൂരമായി കൊല ചെയ്യുന്ന കാട്ടാളത്വത്തിലാണ്. ആരാണ് ഈ പണിയെടുക്കുന്നത്? ആരാണ് ഈ പ്രവൃത്തിയിലേക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്? ശൈത്താനാണ്. അങ്ങനെ ആ പിശാചിന്റെ പ്രേരണയാൽ ആ പുരോഹിതൻ ആ പെൺകുട്ടിയെ കൊന്നുകളഞ്ഞു. ഇവിടെ ഈ പണ്ഡിതനെ കൊണ്ട് ചെയ്യിപ്പിക്കാവുന്നതൊക്കെ ശൈത്താൻ ചെയ്യിപ്പിച്ചു. പിന്നെ ശൈത്താന്റെ പണി എവിടെയാണ്? അവിടെയാണ് രണ്ട് തലക്കലും ഏർപ്പാടുണ്ടാവും മൂപ്പർക്ക്. ശൈത്താൻ അങ്ങേ തലക്കെത്തി ആ കുടുംബത്തോട് പറഞ്ഞു, നിങ്ങളുടെ പെൺകുട്ടി രോഗിയായി മരിച്ചതാകാൻ സാധ്യത കാണുന്നില്ല, ആ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതാകാനാണ് സാധ്യത. അങ്ങനെയാണ് ഈ പെങ്കേസൊക്കെ എങ്ങനെ നോക്കിയാലും ഒരു തെളിവ് ബാക്കി വെച്ചുകാണ്ടേ അവിടുന്ന് ആൾക്കാർ നീച്ചു പോകുള്ളൂ. തന്നെ പിടികൂടാനുള്ള എന്തെങ്കിലും, പിന്നെ അതിങ്ങനെ ആലുപോയ ചെകുത്താനെ പോലെ എങ്ങനെയായാലും വേറിട്ട് കിട്ടൂല. ഇവൻ അങ്ങോട്ട് കൂട്ട് കയറുവോളം അത് പിന്നാലെ ഇങ്ങനെ സൈക്കിൾ എടുത്ത് നടന്നുകൊണ്ട്. കാരണം ശൈത്താൻ നല്ലതിനല്ലല്ലോ ഇത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അങ്ങനെ ശൈത്താൻ ആ കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിൽ വസ്വാസ് ഉണ്ടാക്കുകയാണ്. നിങ്ങളുടെ മകൾ വെറുതെ മരിച്ചതല്ല, ആ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ അത് വിഷയമായി വിഷയങ്ങളായി മാറിയപ്പോൾ ആ പുരോഹിതന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന ആശങ്ക ആ പണ്ഡിതനെ വേട്ടയാടുമ്പോൾ പുരോഹിതന്റെ അരികിൽ വീണ്ടും പിശാചു പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് പിശാചിനോട് പറയുന്നു, മനുഷ്യ, അനല്ലദീ അൽഖതു ഫീ ഖുലൂബി അഹ്ലിഹാ, ആ പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിങ്ങളുടെ കൊലപാതകത്തെ കുറിച്ചുള്ള സൂചന തോന്നിപ്പിച്ചു കൊടുത്ത ആള് ഞാനാണ്. അതുകൊണ്ട് നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്കല്ലാതെ കഴിയില്ല. ഞാനാണ് ഈ വേലയൊക്കെ ഒപ്പിച്ചത്. ഇനി നിങ്ങളെ ഈ വേലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ എനിക്കേ കഴിയുകയുള്ളൂ. ഫാത്തിനി തഞ്ചു, എനിക്ക് വഴിപ്പെട്ടാൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുത്തി തരാം. അവസാനം അതാ അഭിമാനത്തിന് ക്ഷതമേൽക്കുമെന്ന ആശങ്ക കൊണ്ട് ആ പുരോഹിതൻ ശൈത്താനോട് പറയുന്നു, ബിമാദാ, എങ്ങനെയാണ് ഞാൻ നിനക്ക് വഴിപ്പെടേണ്ടത്? എന്താണ് നിനക്ക് ഞാൻ അനുസരിച്ചു തരേണ്ടതെന്ന് ശൈത്താനോട് ആ പണ്ഡിതൻ ചോദിക്കുമ്പോൾ ശൈത്താൻ പറയുകയാണ്, ഉസ്ജുദ് ലീ സജദതൈൻ, രണ്ട് സുജൂദന്റെ മുമ്പിൽ അങ്ങ് ചെയ്തേച്ചാ മതി, രണ്ട് സുജൂദ് എനിക്ക് തന്നാ മതി, നിന്നെ ഞാൻ രക്ഷപ്പെടുത്തി തരാം.
സുബ്ഹാനല്ലാഹ്. അതുവരെ അല്ലാഹ്ക്ക് മാത്രം സുജൂദ് ചെയ്ത മനുഷ്യൻ, അതുവരെ അല്ലാഹ്ക്ക് മാത്രം ആരാധന ചെയ്ത മനുഷ്യൻ തന്റെ അവസാനത്തെ അഭിമാനബോധം നഷ്ടപ്പെടുമെന്ന് കാണുമ്പോൾ ശൈത്താന്റെ മുമ്പിൽ സുജൂദിലായി വീണുപോയി, കുഫറിനെ ഏറ്റെടുത്തു പോയി. സ്വാദിഖുൽ മസ്തൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത കഥയാണ്. അങ്ങനെ ശൈത്താൻ അവന്റെ മുന്നിൽ ആ പുരോഹിതൻ സുജൂദിലായി വീണ ഉടനെ ശൈത്താൻ പറഞ്ഞു, ഇന്നി ബരി ഉമ്മിങ്ക, ഞാനും നീയും തമ്മിലുള്ള കച്ചവടം കഴിഞ്ഞു, ഞാൻ എന്റെ പാട്ടിന് പോകാണ്. ഇനി നിന്നെ എനിക്ക് വേണ്ട, നിനക്കൊരു സംഗതി ചെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയില്ല, നിനക്ക് നിന്റെ പാട്, എനിക്ക് എന്റെ പാട്. ഈ ഒരു സംഭവം അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ട് അവിടുന്ന് അള്ളാന്റെ ഹബീബ് ഒരു ആയത്തോതി കൊടുക്കുകയാണ്. കമസലി ശൈത്താൻ ഇദ് ഖാല ലിൽ ഇൻസാനി കുഫർ. പിശാചിന്റെ പ്രവർത്തനം പോലെ തന്നെ ആ പിശാച് മനുഷ്യനോട് നിരന്തരമായി മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി മനുഷ്യനെ പ്രചോദിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരന്തരമായി മനുഷ്യനെ അവിശ്വാസിയാകാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിശാച് നിരന്തരമായി അക്രമത്തിലേക്ക്, അരാജകത്വത്തിലേക്ക്, അവിശ്വാസത്തിലേക്ക് മർത്യ സമൂഹത്തെ ആനയിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ശൈത്താൻ, ആ ശൈത്താന്റെ ദുർബോധനത്തിന് ചെവി കൊടുത്തുകൊണ്ട് അവിശ്വാസിയായി മാറിയ മനുഷ്യൻ ആഖിറത്തിൽ വന്നാൽ ഇത് ഖാല ലിൽ ഇൻസാനി ഫലമ്മാ കഫറ, ആ മനുഷ്യൻ അവിശ്വാസിയായി മാറിയാൽ വഖാല, അവൻ പറയുകയാണ് ഇന്നി ബരീഉം മിൻക, എടോ ഞാനും നീയും തമ്മിലൊരു ഇടപാടുമില്ല, ഞാനും നീയും തമ്മിലൊരു ബന്ധവുമില്ല, നിനക്കൊരു കാര്യം ചെയ്തു തരാൻ എന്നെ കൊണ്ട് കഴിയുകയുമില്ല, നിനക്ക് നിന്റെ പാട്ടിനു പോകാം എന്ന് പറഞ്ഞ് നമ്മ കെണിവലയിൽ അകപ്പെടുത്തിയ പിശാച് അവസാനം നമ്മ പരിഹസിച്ച് കൈയൊഴിഞ്ഞു പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. നിരന്തരമായ പോരാട്ടം, നിരന്തരമായി മനുഷ്യനെ നശിപ്പിക്കുവാനുള്ള കരുത്തുമായി നമ്മെ കൈയടക്കാൻ വേണ്ടി പിശാച് കടന്നു വരുമ്പോൾ ആ പിശാചിനോട് മനുഷ്യൻ തന്റെ ആയുഷ്കാലം മുഴുവനും പോരാടുകയാണ്. ഒരു കൊല്ലത്തെ 12 മാസക്കാലത്തിനടക്കോ 11 മാസക്കാലം പിശാചിനെ അല്ലാഹു തആല കയറൂരി വിടുകയാണ്. പിശാചിന്റെ എല്ലാ ആയുധങ്ങളും എടുത്തുകൊണ്ട് അവൻ നമ്മളോട് യുദ്ധം ചെയ്യുകയാണ്. സാധുക്കളായ മനുഷ്യരതാ അവരുടെ കയ്യിലുള്ള ഈമാനാകുന്ന ആയുധം കൊണ്ട് ശൈത്താനോട് അവർ പടവെട്ടുകയാണ്. പലപ്പോഴും അവർക്ക് കാലിടറിപ്പോകുന്നു, പലപ്പോഴും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അങ്ങനെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ അല്ലാഹ് പറയുന്നു, സത്യവിശ്വാസികളെ ലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്, ശൈത്താനെ പടച്ച തമ്പുരാൻ, നിങ്ങളെ പടച്ച അല്ലാഹ് നിങ്ങളുടെ പോരാട്ടങ്ങൾ കാണുന്നുണ്ട്, കാലിടറിപ്പോകുന്നത് കാണുന്നുണ്ട്. ആ കാലിടർച്ചയിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കോളോ. നിങ്ങളെ ആയുധങ്ങളെ മാറ്റുകൂട്ടാൻ, നിങ്ങളെ പോരാട്ട വീര്യത്തിന്റെ പവർ വർദ്ധിപ്പിക്കാനുള്ള പ്രാർത്ഥന അല്ലാഹ് നിങ്ങൾക്ക് തന്നിരിക്കുന്നു, അതിനുള്ള തൗബ അല്ലാഹ് തന്നിരിക്കുന്നു. ആ പ്രാർത്ഥനക്കും തൗബക്കും സൽക്രമത്തിനുമായി അല്ലാഹു തആല പ്രത്യേകമായ സമയങ്ങളെയും സന്ദർഭങ്ങളെയും നിങ്ങളെ മുമ്പിലേക്ക് വെച്ചിരിക്കുന്നു. പോരാ, പരിശുദ്ധമായ റമദാൻ എന്ന് പറയുന്ന ഒരു മാസക്കാലം അതിനു വേണ്ടി മാത്രമായി അല്ലാഹു തആല നീക്കി വെച്ചിരിക്കുകയാണ്. ആ റമദാനിലെ നോമ്പ് അല്ലാഹു തആല നിർബന്ധമാക്കി തന്നിട്ട് പറഞ്ഞതെന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ
തഖ്വയുള്ളവരായി മാറാനാണ്, നിങ്ങൾ ആത്മവിശുദ്ധിയുള്ളവരായി മാറാനാണ് നിങ്ങൾക്ക് നോമ്പ് തന്നതെന്നാണ്. അതേ തഖ്വ എന്ന് പറഞ്ഞാൽ അത് പിശാചിനോടുള്ള പോരാട്ടമുഖത്ത് ഏറ്റവും വലിയ ആത്മവീര്യത്തിന്റെ ആയുധമാണ്. ആ ആയുധത്തിന് തേയ്മാനം വരുമ്പോൾ ആ ആയുധത്തിന് മൂർച്ച കൂട്ടാനുള്ള മാസമാണ് റമളാൻ. ആ തഖ്വക്ക് പവർ കൂട്ടാനുള്ള സമയമാണ് റമളാൻ. ഇനി റമളാൻ കഴിഞ്ഞുള്ള 11 മാസക്കാലമുണ്ടല്ലോ മുസ്ലിമേ, ആ 11 മാസക്കാലം പിശാചിനെ കയറി ഊരി വിടുകയാണ്. റമളാനിൽ ശൈത്താനെ കുറെയൊക്കെ അല്ലാഹു തആല കൈകാര്യം ചെയ്തൊരു മൂലക്കെ ഇരുത്തി. എന്നിട്ട് സത്യവിശ്വാസികൾക്ക് ധാരാളമായി അമല് ചെയ്യാനും നന്നാകാനുമുള്ള സമയം വെച്ചു. റമളാനിൽ നമ്മൾ നന്നായി ആവേശത്തോടെ ആരാധന നിർവഹിക്കുകയാണ്. കാരണം ശൈത്താൻ അല്ലാഹു തആല ബന്ധിച്ചിട്ടുണ്ട്. ശൈത്താൻ ഒരു പരിധി വരെ അല്ലാഹു തആല ബന്ധിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ അസാന്നിധ്യത്തിൽ നമുക്ക് ആരാധനക്ക് ഉഷാറ് കൂടാണ്. ആ റമളാനിൽ നമ്മൾ നിർവഹിച്ച ആരാധന, ആ റമളാനിൽ നമ്മൾ ആവാഹിച്ചെടുത്ത ആത്മവീര്യവും ആത്മചൈതന്യവും നമ്മിൽ പ്രതിഫലിച്ചു വരേണ്ടത് പരിശുദ്ധമായ റമളാൻ കഴിഞ്ഞ് ശൈത്താനെ കയറി ഉരി വിടുന്ന 11 മാസമാണ്. ആ 11 മാസക്കാലത്തെ പിശാചുമായുള്ള തുറന്ന പോരാട്ടത്തിന്റെ പോർക്കളത്തിൽ അവനെ തകർത്തു തരിപ്പണമാക്കാനുള്ള തഖ്വ എന്ന ആത്മവീര്യം ആയുധമുറ അഭ്യസിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് പോരാട്ടത്തെ കർമ്മനിരതമാക്കാനുള്ള സമയമാണ് പരിശുദ്ധ റമളാൻ. റമളാനിൽ നമ്മൾ എന്തു നേടി എന്നത് റമളാൻ കഴിഞ്ഞിട്ടാ മനസ്സിലാകണ്ടേ. റമളാൻ എങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു, അതെങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു, എത്ര കണ്ട് നമുക്ക് തെക്ക് മാറ്റുകൂട്ടാൻ കഴിഞ്ഞു എന്നത് റമളാൻ കഴിഞ്ഞുള്ള 11 മാസം ശൈത്താനെ കയറിയുരി വിടുകയും അവൻ നമ്മളോട് തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോ എന്ന് അവന്റെ കൂടെ കൂടിയ റമളാൻ നമ്മ ജീവിതത്തിൽ പ്രതിഫലിപ്പിച്ചിട്ടില്ല. സാധാരണ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, 1 മാസം തൊപ്പി പിന്നെ കുപ്പി. അത് റമളാനായിട്ട് തീരെ ഫിറ്റാകാത്തൊരു വർത്താനാണ്. റമളാനിൽ 1 മാസം തൊപ്പിയും പിന്നെ കുപ്പിയായിട്ട് നടക്കുക എന്നുള്ള പരിപാടി അത് റമളാനല്ല. റമളാനിൽ 1 മാസം തൊപ്പിയിട്ടവന്റെ ആ തൊപ്പിയുടെ ആവേശം ഏറ്റവും കൂടുതൽ കാണേണ്ടത് റമളാൻ കഴിഞ്ഞിട്ടുള്ള സമയത്താണ്. റമളാൻ കഴിഞ്ഞാലാണ് റമളാനിൽ നമ്മൾ നേടിയ തഖ്വയുടെ മാറ്റു കാണേണ്ടത്. കാരണം ഇനിയുള്ള 11 മാസം നമുക്ക് ശൈത്താനോട് നന്നായി പോരാടണം, ശൈത്താനോട് നന്നായി യുദ്ധം ചെയ്യണം. ആ യുദ്ധമുഖത്ത് അവൻ നമ്മെ തകർക്കാനും തരിപ്പണമാക്കാനും വരുമ്പോൾ അവനിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധ അഭ്യാസങ്ങൾ ആത്മചൈതന്യത്തിൽ ആവാഹിച്ചെടുക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. റമളാൻ കഴിയുന്നതോടുകൂടെ നിസ്കാരപ്പായ എടുത്തു വെക്കുന്ന പരിപാടിയല്ല, പരിശുദ്ധ ഖുർആൻ അറ്റത്തേക്കെറിയുന്ന പരിപാടിയല്ല, തലയിലുള്ള തൊപ്പി വലിച്ചെറിഞ്ഞ് കയ്യിൽ കുപ്പിയെടുക്കുന്ന കാലമല്ല. റമളാൻ എന്നത് ഒരു വർഷത്തെ 11 മാസക്കാലത്തെ ശൈത്താനോടുള്ള പോരാട്ട ഭൂമികയിൽ നമ്മെ പ്രചോദിപ്പിക്കുകയും കരുത്തരാക്കുകയും ചെയ്യേണ്ട, അതിനുവേണ്ടിയുള്ള അഭ്യാസങ്ങൾ സ്വായത്തമാക്കുകയും സ്വാംശീകരിക്കുകയും ചെയ്യേണ്ട സന്ദർഭങ്ങളാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹു അവന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് റമളാൻ നമുക്ക് ആ നിലക്ക് ഉപകാരപ്പെടുന്നതാക്കി തരുമാറാവട്ടെ. റമളാൻ ആഖിറത്തിൽ അല്ലാഹു തആല നമുക്ക് അനുകൂലമാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശൈത്താനെതിരെ പോരാടാൻ നമ്മെ സജ്ജമാക്കുന്നതാണ് റമളാൻ. അതുകൊണ്ടാണ് ആ 1 മാസം ശൈത്താനെയൊക്കെ ഒരു ഭാഗത്ത് വെച്ചിട്ട് മുസ്ലിങ്ങളോട് ശരിക്ക് അഭ്യാസം ശീലിക്കാൻ പറയണം. പരിശുദ്ധമായ റമളാനിലെ ഓരോ ആരാധനകൾ നമ്മൾ എടുത്തു പരിശോധിച്ചു നോക്കിയാലും ആ ആരാധനകളൊക്കെ ശൈത്താനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് നമ്മൾ അഭ്യസിക്കുന്ന അഭ്യാസങ്ങളാണ്. ശൈത്താൻ നമ്മെ സ്വാധീനിക്കുന്ന, ശൈത്താൻ നമ്മെ തകർക്കാൻ വരുന്ന, ശൈത്താനോടുള്ള യുദ്ധമുഖത്ത് അവൻ നമ്മെ നശിപ്പിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെ അതിജീവിക്കാൻ റമളാൻ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു മനുഷ്യന്റെ മനസ്സാകുന്ന കോട്ടയിലേക്ക് ശൈത്താൻ കടന്നു വരുന്ന കവാടങ്ങളുണ്ട്. ആ കവാടങ്ങളെ കുറിച്ച് അവൻ ബോധവാനായാൽ ശൈത്താനെ കൈകാര്യം ചെയ്ത് ദൂരേക്കെറിയാൻ അവന് കഴിയുകയാണ്. മനുഷ്യന്റെ മനസ്സാകുന്ന കോട്ടയിലേക്ക് ശൈത്താനാകുന്ന ശത്രു കടന്നു വരുന്ന കവാടങ്ങൾ, ആ കവാടങ്ങൾ ഏതാണ് എന്ന് പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്.
ഒന്നാമതായി പണ്ഡിതന്മാര് പറയുന്നത് എന്താണ്? അൽ ഗളബു വശഹ്വാ. ശൈത്താൻ മനുഷ്യനെ കൈകാര്യം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഗളബും ശഹ്വത്തും. വികാരങ്ങളും ദേഷ്യവും ഒരു മനുഷ്യനിലങ്ങ് സംഗമിച്ചാൽ അവനെ കൊണ്ട് ശൈത്താൻ ചെയ്യിപ്പിക്കാത്ത പ്രവർത്തനങ്ങളില്ല, അവനെ കൊണ്ട് പിശാചെടുപ്പിക്കാത്ത പണികളില്ല. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുകയാണ്, മതാ ഗളിബൽ ഇൻസാൻ ലഇബ ശൈത്വാനു കമാ യൽഅബു സ്വബിയ്യു ബിൽ ഖുറതി. മതാ ഗളിബൽ ഇൻസാൻ, മനുഷ്യൻ എപ്പോഴെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ യൽഅബു ശൈത്വാനു, ശൈത്താൻ അവനെ കൊണ്ട് കളിക്കുകയാണ്. കമാ യൽഅബു സ്വബിയ്യു ബിൽ ഖുറതി, കുട്ടികൾ പന്ത് തട്ടിക്കളിക്കുന്നത് പോലെ, കുട്ടികൾ പന്ത് കളിക്കുന്നത് പോലെ ദേഷ്യം വന്ന മനുഷ്യനെ കൊണ്ട് ശൈത്താൻ പന്ത് തട്ടിക്കളിക്കുകയാണ്. മൂക്കത്തെ ദേഷ്യത്തിന് ജീവൻ വെച്ചാ പിന്നെ ചെയ്യാത്ത പണി വല്ലതും ഉണ്ടോ? നമ്മള് മൂക്കത്തുള്ള ദേഷ്യത്തിനാണ് ഹയാത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് കണ്ണ് കാണാതെയായി പോവുകയാണ്, അവന്റെ പക്വത നഷ്ടപ്പെടുകയാണ്, അവന്റെ വിവേകം അവനിൽ നിന്ന് അന്യം നിൽക്കുകയാണ്. എന്താ കാരണം? ശൈത്താൻ അവനെ കൊണ്ട് പന്ത് തട്ടിക്കളിക്കുകയാണ്. അങ്ങാടിയിൽ നിന്ന് നല്ല വിലപിടിപ്പുള്ള പാത്രം വാങ്ങിക്കൊണ്ടുവന്നു. ഒരു ദിവസം ആ പാത്രത്തിൽ ഭാര്യ ഭക്ഷണം വിളമ്പി തന്നു. ആ ഭക്ഷണത്തിൽ അല്പം ഉപ്പ് കുറഞ്ഞു പോയപ്പോൾ നമ്മുടെ മൂക്കത്തെ ദേഷ്യത്തിന് ജീവൻ വെച്ചു. അങ്ങനെ മൂക്കത്തെ ദേഷ്യത്തിന് ജീവൻ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എന്തു ചെയ്യാണ്? ആ വിലപിടിപ്പുള്ള നമ്മൾ തന്നെ വാങ്ങിക്കൊണ്ടുവന്ന ആ പാത്രം നമ്മൾ മുന്നിൽ നിന്ന് എടുത്തൊരൊറ്റേറ. എറിഞ്ഞ പാത്രം പിന്നെ എറിഞ്ഞതുപോലെ തിരിച്ചു കിട്ടൂലെന്ന് ഉറപ്പാണ്. എറിയുമ്പോണ്ടാണ് ചേലും കോലം തിരിച്ചെടുക്കുമ്പോ ആ പാത്രത്തിന് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ നഷ്ടം നമ്മൾ തന്നെ സഹിക്കണം. മൂപ്പത്തിക്കൊരു പ്രശ്നമല്ല. ഭാര്യനെ സംബന്ധിച്ചിടത്തോളം മൂപ്പത്തി പാത്രം ഉണ്ടെങ്കിൽ വളമ്പി തരും, ഇല്ലെങ്കിൽ ബടക്കണിയിലവിടെ ഇരുന്നോളൂ. പ്ലേറ്റിന് പണം കൊടുത്തത് നമ്മളാണ്, ആ പ്ലേറ്റിലുള്ള ഭക്ഷണത്തിന് പണം കൊടുത്തത് നമ്മളാണ്. നഷ്ടമൊക്കെ നമുക്ക് തന്നെയാണ്. പക്ഷേ മൂക്കത്തെ ദേഷ്യത്തിന് ജീവൻ വെച്ചപ്പോ പിശാച് നമ്മളെ കൊണ്ടാണ് കളിപ്പിക്കാൻ തുടങ്ങി, കൊരങ്ങ് കളിക്കാൻ തുടങ്ങി. നമ്മൾ കമായൽ അബുസ്വബിയ്യു ബിൽ ഖുറതി, പിശാച് മനുഷ്യനെ കൊണ്ട് പന്ത് തട്ടിക്കളിക്കുന്ന സമയമാണ് സഹോദരന്മാരെ ദേഷ്യം വരുന്ന സമയമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ ഒരു ദേഷ്യം നമ്മെ തകർത്തു തരിപ്പണമാക്കുകയാണ്. സാമൂഹ്യ ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, എല്ലാ ഇടപാടുകളും, എല്ലാ ബന്ധങ്ങളും, എല്ലാ സ്നേഹങ്ങളും മരീചികയായി മാറുന്നതും മരിച്ചൊടുങ്ങുന്നതും ഈ മൂക്കത്തുള്ള ദേഷ്യത്തിന്റെ കാരണത്താലാണ്. പിശാചിനോട് ഔലിയാക്കൾ ചോദിച്ചു, എപ്പോഴാണ് ഒരു മനുഷ്യനെ നിങ്ങൾ കീഴടക്കാറുള്ളത്? ആ സമയത്ത് ശൈത്താൻ പറയുന്നു, ആഖുദുഹു ഇൻദൽ ഗളബി, അവന് ദേഷ്യം വരുമ്പോൾ ഞാൻ അവനെ കൈകാര്യം ചെയ്യുന്നു. ദേഷ്യം വരുമ്പോഴാണ് ഞാൻ അവനെ കൈകാര്യം ചെയ്യുന്നത്. ദേഷ്യം വരുമ്പോഴാണ് അവനെ തകർക്കാൻ എനിക്ക് കഴിയുന്നത്. ആ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ അവനെ പിടികൂടുന്നു. പണ്ഡിതന്മാര് പറയുകയാണ്, മഹാന്മാരായ ഔലിയാക്കൾ ഇബ്ലീസിനോടുള്ള ചോദ്യത്തിന് അവൻ നൽകിയ മറുപടിയാണ്, ആഖുദുഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ ഞാൻ അവനെ കൈകാര്യം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദേഷ്യം വന്നാ പിന്നെ കയ്യും കണക്കൂല്ല, എന്ത് ചെയ്യണമെന്നും എന്ത് പ്രവർത്തിക്കണമെന്നും. അതിലൂടെ നമ്മുടെ ഉറ്റ സുഹൃത്ത് നമ്മിൽ നിന്ന് അകന്നു പോവുകയാണ്. അയൽവാസിയുമായി നമ്മൾ പ്രശ്നത്തിലാവുകയാണ്. സാമൂഹിക ഇടപെടലുകളിൽ നമ്മൾ മോശക്കാരായി മാറുകയാണ്. നാളൊരു ചങ്ങാതി വന്നിട്ട് വലിയ സങ്കടം പറഞ്ഞു. മൂപ്പര് ദേഷ്യം വന്നപ്പോ ഭാര്യനോട് ത്വലാക്ക് ചൊല്ലിപ്പോയി. ത്വലാക്ക് ചെല്ലുമ്പം പിന്നെ തൊള്ള നിറച്ച് ചെല്ലണം, എന്നാലേ ദേഷ്യം തീർന്നു കിട്ടുള്ളൂ. അതായത് ഒരു ത്വലാക്കൊന്നും ചെല്ലിയാൽ പറ്റൂല, 3 ത്വലാക്കും ഒന്നിച്ച് ചെല്ലിയാലേ ദേഷ്യത്തിനൊരു അടക്കം വന്നു കിട്ടുള്ളൂ. അങ്ങനെ ദേഷ്യം വന്നപ്പോ 60 വയസ്സായ ആചാരാക്കാക്ക് 50 വയസ്സായ അജുമ്മത്താത്താനെ ത്വലാക്കലാണെന്ന് തോന്നിയത് 10 പേരക്കുട്ടികൾ ഉണ്ടായ ശേഷം. അപ്പോഴാ മൂപ്പർക്ക് ദേഷ്യം വന്നു. എന്നിട്ട് പിന്നെ മക്കൾ ഒയലാണ്, ബാപ്പാൻ എവിടെയാ അടുത്ത്, അമ്മാൻ എവിടെയാ കൊണ്ടുപോകാന്ന് അറിയാതെ.
3 തൊലാക്കും ദേഷ്യം തീരാൻ പിന്നെ ഒന്നും വന്ന് വിട്ടിട്ടുള്ള പരിപാടിയില്ല. തൊള്ള നിറച്ച് തൊലാക്ക് ചെല്ലുന്ന പരിപാടിയാണ്. അങ്ങനെ തൊള്ള നിറച്ച് തൊലാക്കല്ലയോ എന്ന് അവസാനം ഒരു ചെങ്ങായി വന്ന് സങ്കടം പറയും, ഉസ്താദെ 3 തൊലാക്കും ചൊല്ലിയിട്ടുണ്ട്, ഇനി എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു, ഇനി പ്രത്യേകിച്ച് ചെയ്യാൻ പണിയൊന്നുമില്ല, കുറച്ച് കാത്തുക്കണം. അപ്പോ പറഞ്ഞു, ഉസ്താദെ ഞാൻ അതിന് തൊലാക്ക് പോണം വിചാരിച്ച് ചെല്ലിയതൊന്നല്ല, ദേഷ്യം വന്നപ്പം ചെല്ലിയതാണ്. ഈ സംഗതിയാണെങ്കിൽ വൃത്തി ചെയ്യണമെങ്കിൽ ദേഷ്യം പേരെന്നെ വേണം. മഹബത്ത് ഉണ്ടാവുമ്പോ ഇപ്പണി പറ്റൂല. തൊലാക്ക് ചെല്ലണമെങ്കിൽ ദേഷ്യം കടിക്കന്നെ വേണം. സഹോദരന്മാരെ, എന്തൊക്കെ തകർക്കപ്പെടുന്നു ഒളബിലൂടെ. അള്ളാന്റെ ഹബീബിന്റെ മുന്നിൽ വന്നുകൊണ്ടൊരാള് പറയുന്നു, നബിയെ എനിക്കൊരു വസിയ്യത്ത് തരണം, എന്നോടൊന്നൊരു ഉപദേശം തരണം നബിയേ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഗ്ളബ്, ദേഷ്യം പിടിക്കല്ല. വീണ്ടും ചോദിച്ചു, ഒരു ഉപദേശം കൂടി വേണം. ലാ തഗ്ളബ്, ആവർത്തിച്ച് ഉപദേശം തേടിയ സ്വഹാബിയോട് അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ലാ തഗ്ളബ്, നീ ദേഷ്യം പിടിക്കല്ല. ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടല്ല. അത്രക്ക് അപകടം പിടിച്ച ദേഷ്യം. ആ ദേഷ്യം വന്നാൽ മനുഷ്യന്റെ മനസ്സിലേക്ക് പിശാച് കടന്നു വരികയാണ്. പിന്നെ പിശാചിനെ തോൽപ്പിക്കാതെ നമ്മളെ പരിപാടി നടക്കൂല. ദേഷ്യം വന്നൊരു മനുഷ്യന് ദേഷ്യം പോയി കിട്ടണമെങ്കിൽ ഉറപ്പാണ് അവനിൽ നിന്ന് ശൈത്താൻ ആട്ടല്ലാതെ ദേഷ്യം മാറിക്കിട്ടാൻ വേറൊരു പണി നടക്കൂല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ദേഷ്യം വന്ന മനുഷ്യന്മാരെ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാം ശൈത്താനെതിരെയുള്ള ആയുധങ്ങളാണ്. ദേഷ്യം വന്ന ഒരാൾ അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് ചൊല്ലണം. എന്തിനാ? ശൈത്താനെതിരെയാ. ശൈത്താനാണ് ഇവനെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുപോലെ അവൻ അതുമ്മലും ദേഷ്യം നിന്നില്ലെങ്കിൽ പിന്നെ അവൻ വുളൂ ചെയ്യണം. എന്തിനാ? ദേഷ്യം പോയി കിട്ടാൻ, ശൈത്താൻ അകറ്റണം. ശൈത്താൻ അകറ്റാനുള്ള വേറൊരു പണിയാണ് വുളൂ എടുക്കുക എന്നത്. അങ്ങനെ വുളൂ എടുത്താൽ ശൈത്താനിൽ നിന്ന് അവന് രക്ഷ നേടാൻ കഴിയുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു. ശൈത്താനെതിരെയുള്ള ആയുധങ്ങളാണ് അതൊക്കെയും. ശൈത്താനെ ആട്ടാതെ ഒരിക്കലും സഹോദരന്മാരെ ദേഷ്യത്തിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുകയില്ല. അതുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ദേഷ്യം വന്ന മനുഷ്യനെ ശാന്തനാക്കണമെങ്കിൽ വുളൂ ചെയ്യാം. അതുകൊണ്ടും ദേഷ്യം തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ട പണി അവൻ കേൾക്കുന്ന രൂപത്തിൽ ബാങ്ക് കൊടുക്കണം. കൈപ്പാട്ടിൽ നിന്ന് കൊടുക്കരുത്. കൈപ്പാട്ടിൽ നിന്ന് കൊടുത്താൽ ചിലപ്പോ കൊടുത്തോനെ ദേഷ്യം മാറ്റാൻ പിന്നെ വേറെ ബാങ്കുകാരനെ തരേണ്ടി വരും. അപ്പോ ദേഷ്യം കടിച്ച മനുഷ്യൻ കേൾക്കുന്ന രൂപത്തിൽ അവന്റെ ചെവിട്ടിൽ ബാങ്ക് കൊടുക്കണം. എന്തിനു വേണ്ടി? ശൈത്താനെ ആട്ടാൻ. ശൈത്താനാണ് അവനെ കൊണ്ട് കുരങ്ങ് കളിപ്പിക്കുന്നത്. ദേഷ്യം വന്നാൽ മനുഷ്യന്മാരെ ഞാൻ പിടികൂടി കൈകാര്യം ചെയ്യുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമളാൻ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. ശൈത്താനാകുന്ന നമ്മുടെ കഠിന ശത്രു നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന കവാടങ്ങളെ കൊട്ടിയടച്ച് നമ്മെ പരിശുദ്ധരാക്കി മാറ്റാൻ റമളാൻ നമ്മെ പാകപ്പെടുത്തുകയാണ്. അതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, നോമ്പെടുത്ത ഒരു മനുഷ്യനെ വന്നൊരാള് പള്ള നിറച്ച് തെറി പറഞ്ഞാൽ ആ തെറി പറഞ്ഞ മനുഷ്യനോട്, ചീത്ത പറഞ്ഞ മനുഷ്യനോട് നീ പകരം ചീത്ത പറയണ്ട, നീ പകരം തെറി പറയണ്ട. പിന്നെ നീ അവനോട് എന്തു പറയണം? ഇന്നി സ്വായിമുൻ, ഞാനടാ നോമ്പുകാരനാണ് സുഹൃത്തേ, ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് സഹോദരാ. പരിശുദ്ധ റമളാനിലെ നോമ്പുകാരന്റെ മുമ്പിൽ ഒരാൾ വന്ന് തെറി പറഞ്ഞാൽ ആ ദേഷ്യപ്പെട്ട് നമ്മെ ആക്ഷേപിക്കുന്നവനോട് നമ്മൾ പറയേണ്ട മറുപടി ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? റമളാൻ ഒരു മാസം നമ്മൾ ചീത്ത കേട്ട് പരിശീലിച്ചു. ദേഷ്യം ചീത്ത കേട്ടിട്ട് ദേഷ്യം പേരിൽ നിന്നു. ആ ഉസുറും പുളിയൊക്കെയാണ് തീർന്നു കിട്ടി. അതുകൊണ്ട് പിന്നെ എന്താ, ഒരു മാസം ഇന്നി സ്വായിമുൻ പള്ള നിറച്ച് ചീത്ത ഇങ്ങനെ കേൾക്കുമ്പോ ഞാൻ നോമ്പ് ഒറ്റുക്കണടാ എന്നിങ്ങനെ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള 11 മാസം അവിടെയും കൂടി അത് കാണണം.
11 മാസം പിന്നെ ഒരാൾ വന്ന് ചീത്തറിഞ്ഞാ പിന്നെ ഇന്നീ സ്വായിമെന്ന് പറയേണ്ടതില്ല, അതിന്റെ ഉസുറും പുളിയോന് തീർന്നു. ഞാൻ അതാണ് കേട്ടുകൊടുക്കുക. കൊയങ്ങിയോ എന്ന് ചോദിച്ചാൽ മതി, അത്തിരേ ചോദിക്കാനുള്ളൂ. കൊയങ്ങിയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ നമ്മെ കീഴടക്കുന്നു, ഇബ്ലീസിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. ശൈത്താൻ നമ്മിലേക്ക് കടന്നു വരുന്ന കവാടങ്ങളെ കൊട്ടിയടക്കുകയാണ്. ഇന്നീ സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട് എന്ന് ചീത്ത പറയുന്നവനോട് പ്രതികരിച്ച് പരിശീലിച്ച സത്യവിശ്വാസി റമളാനിൽ അത് പരിശീലിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള 11 മാസം അവന്റെ ജീവിതത്തിൽ ആ ഒരു ശൈലിയും സംസ്കാരവും കടന്നു വരണം. എന്നാൽ നമ്മൾ റമളാൻ മാസത്തിൽ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. നമ്മളെന്താ പറയല്? റമളാൻ ആയിപ്പോയി, ഞാൻ നോമ്പുകാരനാ, നോമ്പാണ് കജ്ജട്ട, എനിക്ക് ഞാൻ കാട്ടിത്തരാന്നുള്ളത്. റമളാൻ കഴിഞ്ഞാൽ പിന്നെ പള്ള നിറച്ച് പലിശ അടക്കം കൂട്ടിക്കൊടുക്കണം. റമളാൻ തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതല്ല സഹോദരന്മാരെ, റമളാൻ നമുക്ക് നേടിത്തരേണ്ടത്. ഇന്നീ സ്വായിമുൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നോമ്പുകാരനാണ്. നോമ്പുകാരനായി അന്യരുടെ ആക്ഷേപങ്ങൾ കേട്ട് പരിശീലിച്ച എനിക്ക് നോമ്പ് കഴിഞ്ഞ് പിന്നീട് എന്നെ ഒരാൾ ആക്ഷേപിക്കുമ്പോൾ ശൈത്താന്റെ പക്ഷത്തിൽ നിന്ന് അവനെ അങ്ങോട്ട് തിരിച്ചു പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ തീരെ ദേഷ്യം പാടില്ല എന്നല്ല. തീരെ ദേഷ്യമില്ലാത്തവനെ മനുഷ്യന്മാരെ കൂട്ടത്തേക്ക് പറ്റൂല. ദേഷ്യം വേണം. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദേഷ്യപ്പെടണം. ആ ദേഷ്യം അല്ലാഹുവിന്റെ മാർഗത്തിലായിരിക്കണം. ഇഷ്ടപ്പെടണം, അത് അള്ളാന്റെ മാർഗത്തിലായിരിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദേഷ്യം വേണം. തീരെ ദേഷ്യമില്ലാത്തവൻ പെങ്കൂസന, ഓനെ നാട്ടുകാരടിക്ക് പറ്റൂല. പക്ഷേ ആ ദേഷ്യം അള്ളാന്റെ മാർഗത്തിലായിരിക്കണം. പള്ളിക്കല മുസ്ലിയാര് ജമാഅത്തിന് വരാത്ത ഉമ്മത്തീങ്ങളോട് നന്നായി ചീത്ത പറഞ്ഞ് വെള്ളിയാഴ്ച വഅ്ള് പറയുമ്പോൾ ആ വഅ്ള് പറയുന്ന ഉസ്താദിന്റെ ദേഷ്യം അള്ളാന്റെ മാർഗത്തിലുള്ള ദേഷ്യമാണ്. അതേ സമയത്ത് ഉസ്താദ് ആ വയലൊക്കെ ഇങ്ങനെ പറയുമ്പോ നമുക്കുണ്ടൊരു ദേഷ്യം വരാൻ, അത് ശൈത്താന്റെ ഭാഗത്ത് നിന്നുള്ളതാ. എന്താ ഇപ്പൊ മൂപ്പര് അങ്ങനെ പറയാൻ? നമ്മളെ ചോറും തിന്ന് മൂപ്പര് നമ്മളെ മേത്തുക്കിടുക്കേ. ആ ദേഷ്യം ശൈത്താനിയത്താണ്. ആ ദേഷ്യം നമ്മളെ ഭാഗത്തുനിന്ന് ശൈത്താൻ നമ്മെ സ്വാധീനിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. രണ്ടും വ്യത്യാസമുണ്ട്. അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാൾ അവഹേളിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹബീബിനെ ഒരാൾ ആക്ഷേപിക്കുകയും താറടിക്കുകയും ചെയ്യുമ്പോൾ അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിക്കുന്നവനോട് ദേഷ്യം വരാത്തവൻ മുഅ്മിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിക്കുമ്പോൾ പ്രതികരിക്കാത്തവൻ, അള്ളാഹുവിന്റെ ഹബീബിനെ മഹത്വവൽക്കരിക്കുന്നത് തടയുന്നവൻ, അള്ളാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട സുന്നത്തുകളെ ആസാറുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, അവരോട് ദേഷ്യപ്പെടാത്തവൻ ഈമാനില്ലാത്തവനാണ്. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ളു ഫില്ലാഹ്. അള്ളാന്റെ മാർഗത്തിലായിരിക്കണം ദേഷ്യം, അള്ളാന്റെ മാർഗത്തിലായിരിക്കണം സ്നേഹം. അൽ ബുഗ്ളു ഫില്ലാഹ് വൽ ഹുബ്ബു ഫില്ലാഹ്. നിങ്ങൾ നോക്ക്, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആക്ഷേപിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകൾ തോന്നിവാസം പറയുകയാണ്. അള്ളാഹുവിന് മക്കളുണ്ടെന്നും അള്ളാഹുവിന് പരാശ്രയമുണ്ടെന്നും തുടങ്ങി അള്ളാഹുവിന്റെ ജലാലിയത്തിനോട് യോജിക്കാത്ത അപരാധങ്ങൾ പറയുമ്പോ അല്ലാഹു തആല അള്ളാഹിനെ കുറിച്ചുള്ള അപരാധങ്ങൾക്ക് മറുപടി പറയാൻ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അപരാധങ്ങളോട് മറുപടി പറഞ്ഞ് ഖണ്ഡനം നടത്താൻ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏൽപ്പിക്കുകയാണ്. അങ്ങനെ അള്ളാന്റെ ഹബീബ് പറഞ്ഞ മറുപടിയാണ് സൂറത്തുൽ ഇഖ്ലാസ്. അള്ളാഹ് പറയാൻ പറഞ്ഞത്, ഖുൽ നബിയെ അങ്ങ് മക്കാ മുശ്രിക്കുകളോട് പറയണം, ഹുവല്ലാഹു അഹദ്. മക്കാ മുശ്രിക്കുകൾ അള്ളാഹിനെ കുറിച്ച് പറയുന്നത് തോന്നിവാസമാണ്, അപരാധങ്ങളാണ്. അല്ലാഹ് ഒന്ന് മാത്രമേ ഉള്ളൂ, അല്ലാഹു പലതില്ല.
എന്നിട്ടങ്ങനെ ആ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞ അള്ളാനെ കുറിച്ച് പറഞ്ഞ എല്ലാ അപരാധങ്ങൾക്കും വളരെ കൃത്യമായി അക്കമിട്ട് സൂറത്തുൽ ഇഖ്ലാസിലൂടെ അള്ളാഹു ഇറക്കിയ ആയത്ത് ഹബീബ് ഓതി കേൾപ്പിച്ച് മറുപടി പറയുകയാണ്. അതേ സമയത്ത് അള്ളാന്റെ ഹബീബിനെ പറ്റി അബൂ ലഹബ് അപരാധം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല പ്രായപൂർത്തിയായ ആൺകുട്ടികളെ കൊടുത്തിട്ടില്ല. അത് വലിയ ഒരു മോശക്കേടായി ചിത്രീകരിച്ചുകൊണ്ട് അള്ളാന്റെ ഹബീബിനെ അബ്തർ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച അബൂ ലഹബിനെ, അള്ളാന്റെ ഹബീബിനെ തോന്നിവാസം പറഞ്ഞ അബൂ ലഹബിനെ കൈകാര്യം ചെയ്യാൻ അള്ളാനെ പറ്റി അപരാധം പറഞ്ഞപ്പം മറുപടി പറയാൻ ഹബീബിനെ ചുമതലപ്പെടുത്തിയ അള്ളാന്റെ ഹബീബിനെ തെറി പറഞ്ഞ അബൂ ലഹബിനെ കൈകാര്യം ചെയ്യാൻ അള്ളാന്റെ റസൂലിനെ ചുമതലപ്പെടുത്തിയില്ല. അള്ളാഹു നേരിട്ട് തന്നെ ഇടപെടുകയാണ്. അള്ളാഹു നേരിട്ട് തന്നെ മറുപടി പറയുകയാണ്. അള്ളാഹു വളരെ ശക്തമായി ക്ഷോഭത്തോടെ ദേഷ്യത്തോടെ പ്രതികരിക്കുകയാണ്. അള്ളാഹു തആല കൃത്യമായി മറുപടി പറയുകയാണ്. തബ്ബത് യദാ അബീ ലഹബിൻ വതബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ സയസ്ലാ നാറൻ ദാത ലഹബിൻ വംറഅതുഹു ഹമ്മാലത്തുൽ ഹതബ് ഫീ ജീദിഹാ ഹബ്ലും മിൻ മസദ് എന്ന് അല്ലാഹു തആല ആയത്തിറക്കുകയാണ്. എപ്പോഴാ ആയത്തിറക്കിയത്? അള്ളാന്റെ ഹബീബിനെ അബൂ ലഹബ് ആക്ഷേപിച്ചപ്പോ ആക്ഷേപിച്ച അബൂ ലഹബിന്റെ പേരെടുത്തുകൊണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ എത്ര മഹത്വമേറിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ അബൂ ലഹബിന്റെ പേര് പറഞ്ഞാണ് ഖുർആൻ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചിലയിടത്തൊക്കെ ചിലരെ പേര് പറയുന്നത് വയലിൽ കമ്പണ്ടായിട്ടല്ല, ആ പറയേണ്ടി വരുന്ന ഘട്ടത്തിൽ പറയുകയാണ്. അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിച്ച അബൂ ലഹബിന്റെ പേരെടുത്തു പറഞ്ഞു ഖുർആൻ വളരെ ക്ഷോഭത്തോടെ തിരിച്ചടിച്ച് പ്രതികരിക്കുകയാണ്. എന്നിട്ട് അവിടെ നിർത്തിയില്ല. മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്, അബൂ ലഹബിന്റെ സമ്പത്തിനെയും അബൂ ലഹബിന്റെ കുടുംബത്തെയും ഖുർആൻ കൈകാര്യം ചെയ്യുകയാണ്. അവിടെയും നിർത്തിയില്ല. വംറഅതുഹു, അറബിയിൽ ഇംറഅത്ത് എന്ന് പറയും, മലയാളത്തിൽ കെട്ടിയോള് എന്ന് പറയും. അബൂ ലഹബിന്റെ ഭാര്യയെ പോലും അബൂ ലഹബിന്റെ കെട്ടിയോളെ പോലും പരിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്തു പോയി. സഹോദരന്മാരെ, അള്ളാഹു ബഹുമാനിച്ചതിനെ നിന്ദിക്കുന്നവരോട്, അള്ളാഹു നിന്ദിച്ചതിനെ ബഹുമാനിക്കുന്നവരോട് സന്ധിയില്ല. അള്ളാന്റെ ഹബീബിനെ ആക്ഷേപിക്കുമ്പോൾ, അള്ളാന്റെ ഹബീബിന്റെ മഹത്വം വില കുറച്ച് കാണിക്കുമ്പോൾ, അവിടുത്തെ ആസാറുകളെ കുറ്റം പറയുമ്പോൾ, അവിടുത്തെ സുന്നത്തുകളെ നിഷേധിക്കുമ്പോൾ, അങ്ങനെയുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ട മനുഷ്യരോട് പ്രതികരിക്കാത്തവരും അവരോട് വെറുപ്പ് വെക്കാത്തവരും ഈമാനില്ലാത്തവരാണ്. അള്ളാന്റെ മാർഗത്തിൽ ദേഷ്യം വരേണ്ട സമയങ്ങളാണ്. അതുപോലെ പ്രിയപ്പെട്ടവരെ, അമ്പിയാക്കളുടെ പിൻഗാമികളാണ് ആലിമീങ്ങൾ. അമ്പിയാക്കളുടെ പിൻഗാമികളാണ് അഹ്ലു ബൈത്താകുന്ന സാദാത്തുക്കള്. ആ ആലിമീങ്ങളെ അള്ളാഹു മഹത്വപ്പെടുത്തിയതാണ്. അഹ്ലു ബൈത്തിനെ അള്ളാഹു തആല ആദരിച്ചതാണ്. അതൊക്കെയും അനാദരിക്കുന്ന കക്ഷികളോട്, അതൊക്കെയും അവഹേളിക്കുന്ന കക്ഷികളോട് സന്ധിയാകാൻ കഴിയില്ല. അൽ ഹുബ്ബു ഫില്ലാഹ് വൽബുഗ്ളു ഫില്ലാഹ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാന്റെ മാർഗത്തിലുള്ള ദേഷ്യമാണത്, അള്ളാന്റെ മാർഗത്തിലുള്ള മഹബ്ബത്താണത്. അള്ളാഹുവിന്റെ ദീനിനെ പ്രചരിപ്പിക്കുന്ന പണ്ഡിതന്മാരോട്, അള്ളാന്റെ ഹബീബിന്റെ സുന്നത്ത് പുനർജീവിപ്പിക്കുന്ന ആലിമീങ്ങളോട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാദാത്തുക്കളോട് ബഹുമാനം കൊടുക്കുന്നത്, അവരെ മഹബ്ബത്ത് വെക്കുന്നത്, അവരോട് സ്നേഹം കാണിക്കുന്നത് ഈമാനിന്റെ ലക്ഷണമാണ്. പക്ഷേ നമുക്ക് ഈമാൻ ചൂടാകൽ എവിടെയാണ്? നമുക്കെവിടെയാണ് ഈമാൻ ചൂടാകല്? അള്ളാന്റെ ഹബീബിനെ പള്ള നിറച്ച് തെറി പറഞ്ഞു പോയ വിദ്വാൻ തെരുവ് കലുഷിതമാക്കുമ്പോ നമ്മൾ പറയും, ഇപ്പൊ സമൂഹത്തിൽ നമ്മൾ അതിനൊന്നും പോണ്ട, ഓൻ പറയുന്നത് പറയട്ടെ.
നമ്മൾ അവിടെ കണ്ണ് ചിമ്പാണ്. പക്ഷേ അതേ അങ്ങാടിയിൽ വെച്ചിട്ട് സ്വന്തം ബാപ്പാനെ ഒരാളങ്ങ് ചീത്ത പറഞ്ഞാ പിന്നെ അയൽവാസി കേൾക്കുമെന്നൊന്നും അവൻ നോക്കുന്നില്ല. പഠിച്ച ഡിക്ഷണറിയിലെ മുഴുവൻ ഇംഗ്ലീഷും അവൻ ഫിറ്റാക്കി പോയി. ബാപ്പാനെ പറഞ്ഞപ്പോ ഈമാൻ ചൂടായി പോയി. അത് ഈമാനല്ല, അത് കള്ള് ഷാപ്പിലെ ഈമാനാണ്. ഒരു ചങ്ങാതി കള്ള് ഷാപ്പിന്ന് ഒരു കുപ്പി കുടിച്ചു, ഒരു ഗ്ലാസ് കുടിച്ചു. കുറച്ചൊക്കെ തരിപ്പിങ്ങനെ തലയിലെത്തിയപ്പോഴാണ് ഓൻ ഈമാൻ വന്നത്. രണ്ടാമത്തെ ക്ലാസ്സിൽ കള്ള് വാർന്ന് ഷാപ്പുകാരൻ കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞു, ഹംകെ ആ കാഫിർ കുടിച്ച ക്ലാസ്സിൽ കഴുകാതെയാ നീ കള്ള് വളമ്പി തന്നെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഈമാനല്ല വേണ്ടത്. സ്വന്തം കാര്യത്തിനൊരാള് നമ്മെ ആക്ഷേപിച്ചാൽ വെറുതെ വിടാം, ഒരാള് അവഹേളിച്ചാൽ അവർക്ക് മാപ്പ് നൽകാം. പക്ഷേ ദീനിന്റെ മാർഗത്തിൽ മാപ്പ് പറയാൻ പറ്റാത്തടത്ത് മാപ്പില്ല. ഈ ദീനിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റാത്തടത്ത് വിട്ടുവീഴ്ചയില്ല. അതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പഴയകാല ആലിമീങ്ങൾ തന്നെ ബിദഈ കക്ഷികളോട് വിട്ടു നിൽക്കണമെന്ന് നമ്മളോട് പറഞ്ഞത്. ആ ബിദഈകളോട് ആദർശ സമര പോരാട്ടങ്ങളിൽ ഏർപ്പെടാൻ പണ്ഡിത സഭക്ക് രൂപം നൽകി അവർ കർമ്മരംഗത്തിറങ്ങിയത് തന്നെ അള്ളാന്റെ മാർഗത്തിൽ ദേഷ്യപ്പെടാനും അള്ളാന്റെ മാർഗത്തിൽ മഹബത്ത് വെക്കാനും കേരളത്തിലെ മുഅ്മിനീങ്ങളെ പഠിപ്പിക്കാനാണ്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് പരിശുദ്ധമായ റമളാൻ നമ്മെ പ്രചോദിപ്പിക്കുകയാണ്. റമളാനു ശരീഫ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളിലെ കൊണ്ടുപോകുന്ന ചാലക ശക്തിയാണ്. നമ്മുടെ മനസ്സാകുന്ന കോട്ടയിലേക്ക് ശൈത്താൻ കടന്നു വരുന്ന കവാടങ്ങളെ കൊട്ടിയടക്കാൻ, അതുവഴി ശൈത്താനെ കൈകാര്യം ചെയ്ത് ചെറുത്തു തോൽപ്പിക്കാൻ നമ്മെ പരിശീലിപ്പിക്കുന്ന, നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് സപ്പോർട്ട് തരുന്ന ഒരു മാസമാണ് റമളാൻ. ശൈത്താനൊക്കെ ഒരു മൂലക്കിരുത്തിയിട്ട് മുഅ്മിനീങ്ങൾ ആയുധം സജ്ജമാക്കുകയാണ്, ആയുധമുറ പരിശീലിക്കുകയാണ്. പിശാചിനെതിരെയുള്ള സഹന സമരത്തെ ആത്മീയത കൊണ്ട് ആവാഹിച്ചെടുത്ത് മൂല്യങ്ങളെയും സംസ്കാരങ്ങളെയും ശംശീകരിച്ച് റമളാൻ കഴിഞ്ഞുള്ള 11 മാസക്കാലത്തെ പോരാട്ട മണ്ണിനെ കർമ്മനിരതമാക്കാൻ ഒരു വിശ്വാസിക്ക് കരുത്തു പകരുന്നതാണ് പരിശുദ്ധ റമളാൻ. അതിനാണ് റമളാൻ. ഇനിയുള്ള 11 മാസക്കാലം നമുക്ക് പ്രചോദനം നൽകാൻ, മൂല്യങ്ങളിലേക്ക് നമ്മെ നയിക്കാൻ, ശൈത്താനെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മെ കർമ്മസജ്ജരാക്കാനുള്ളതാണ് റമളാൻ. അല്ലാതെ ഒരു മാസം തൊപ്പിയും മറ്റുള്ള മാസങ്ങളിൽ കുപ്പിയും എന്നതല്ല. പക്ഷേ ഖേദകരമാണ്, പരിശുദ്ധ റമളാൻ വിട പറഞ്ഞാൽ ആ റമളാനിലെ അവസാനത്തെ രാത്രി പോലും തഹജ്ജുദ് നിസ്കരിച്ച മുസ്ലിം ചെറുപ്പക്കാരൻ വിശുദ്ധമായ പെരുന്നാളിന്റെ അന്ന് അവൻ പുറത്തിറങ്ങി തെരുവ് തണ്ടുകയാണ്. വളരെ സങ്കടമാണ് സഹോദരന്മാരെ, രക്ഷിതാക്കളെ. ഉയർന്ന യുവാക്കളുമായി നമ്മുടെ +1 ഡിഗ്രിക്കും പഠിക്കുന്ന ചെറുപ്പക്കാരായ മക്കൾ ആദ്യമായി പെരുന്നാളിന്റെ ദിനത്തിൽ അയൽവാസിയായ കൂട്ടുകാരന്റെ കൂടെ ടൂറിന് പോയി. ശുദ്ധമായ പെരുന്നാളിന്റെ രാത്രികളിൽ ദീർഘമായ യാത്ര ചെയ്ത് കുറ്റിപ്പുറത്തെയും ഷൊർണൂറിലെയും റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നാൽ ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ആദ്യമായി മദ്യം നുകരുകയും ആ മദ്യത്തിന്റെ മാരകമായ ലഹരിയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ നാക്കാലികളെ പോലെ കള്ളുകുടിച്ച് കിടന്നുറങ്ങുന്ന മുസ്ലിം ചെറുപ്പക്കാരെത്രയാ. ഒരു മാസം നോമ്പെടുത്ത ചെറുപ്പക്കാരൻ ആ വിശുദ്ധമായ റമളാൻ വിട പറയുന്ന തൊട്ടടുത്ത ദിവസമായ പെരുന്നാളിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ആദ്യമായി മദ്യം കുടിച്ചു തുടങ്ങുന്നതെന്നാണ് വിശുദ്ധമായ പെരുന്നാളിന്റെ ദിനത്തിലാണ് എന്ന് വന്നാൽ എവിടെയാണ് റമളാൻ നമ്മെ സ്വാധീനിച്ചിട്ടുള്ളത്? പിശാചിനെതിരെയുള്ള പോരാട്ടത്തിൽ എവിടെയാണ് ശൈത്താനെതിരെയുള്ള പോരാട്ടത്തിൽ റമളാൻ നമുക്ക് ആയുധമായി മാറിയത്, അവസരങ്ങളായി മാറിയത്? അള്ളാഹു നമുക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പണ്ഡിതന്മാര് പറഞ്ഞു ശൈത്താൻ മനുഷ്യനിലേക്ക് കടന്നു വരുന്ന മറ്റൊരു റൂട്ടുണ്ട്. ആ റൂട്ട് അൽ ഹസദ് വൽ ഹിർസ്, അത്യാഗ്രഹങ്ങളും അസൂയയുമാണ്. അത്യാഗ്രഹങ്ങളും അസൂയയും മനുഷ്യനെ നശിപ്പിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് ശൈത്താൻ കടന്നു വരുന്ന റൂട്ടുകളാണ്. മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം
തന്റെ ജനതയെ കാലങ്ങളോളം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ട് വിരലിലെണ്ണാവുന്ന ആളുകളല്ലാതെ മറ്റുള്ളവരെല്ലാം ഈ വിശ്വാസത്തിന്റെ വഴിയിൽ നിന്ന് വഴിതിരിഞ്ഞു പോയപ്പോ അവസാനമായി അല്ലാഹു തആല ജനതയെ ശിക്ഷയിറക്കി നശിപ്പിക്കുമ്പോൾ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഒരു കപ്പലുണ്ടാക്കി അള്ളാഹുവിന്റെ ശിക്ഷയാകുന്ന വെള്ളപ്പൊക്കത്തിൽ നശിച്ചൊടുങ്ങാതെ തന്നെ കൊണ്ട് വിശ്വസിച്ച മുഅ്മിനീങ്ങളെ കപ്പലിൽ കയറ്റി നൂഹ് നബി അലൈഹിസ്സലാം യാത്രക്കൊരുങ്ങുമ്പോൾ കപ്പലിലുണ്ട് ഒരു അപരിചിതനായ ആള്. സാധാരണ മീറ്റിങ്ങിനും കൺവെൻഷനൊന്നും കണ്ട് പരിചയമില്ലാത്ത ഒരാളെ കപ്പലിൽ കണ്ടപ്പോ നൂഹ് നബി അലൈഹിസ്സലാം ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ചെന്ന് പരിചയപ്പെട്ടു നോക്കുമ്പോ ആള് മറ്റേ ആളാ, ഇബ്ലീസാ. സുബ്ഹാനല്ലാഹ്, ആ ഇബ്ലീസിന്റെ കെണിവലയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വണ്ടിയും വിലയൊക്കെ ഉണ്ടാക്കി. അവസാനം ആ വണ്ടി കയറിയിട്ട് വണ്ടി കയറ്റാനുള്ള പരിപാടിയിലായി ഇബ്ലീസ്. നൂഹ് നബി അലൈഹിസ്സലാമിന് ഇങ്ങോട്ട് ദേഷ്യം വന്നുപോയി. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഉഖ്റുജ് അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രു പുറത്തു പോകൂ കപ്പലിൽ നിന്ന്. ഇബ്ലീസിന് ഒരു പരിപാടി ഉണ്ട്. ആരാണ് മുമ്പിലുള്ളത് അയാളെ മനസ്സറിഞ്ഞ് കൈകാര്യം ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് പണ്ട് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിൽ നിന്ന് ഇബ്ലീസ് രക്ഷപ്പെട്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു മാനസിക അവസ്ഥ ഉണ്ട്. അറിവ് എന്ന് കേട്ടാ മഹാൻ ബാക്കിയുള്ളതൊക്കെ മറക്കും. അപ്പോ വനീമത്ത് സ്വത്ത് കക്കാൻ വന്ന കള്ളനായ ഇബ്ലീസിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പിടികൂടിയപ്പോ രക്ഷപ്പെടാൻ മൂപ്പര് ഒരു മാർഗെടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു ഇൽമു പഠിപ്പിച്ചേരാ, വെറുതെ വിടുവോ? ഇൽമു എന്ന് കേട്ടപ്പോത്തിന് അള്ളാന്റെ ഹബീബ് കക്കാൻ വന്നവനെ പിടിക്കാൻ പറഞ്ഞതും കള്ളനെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞതും ഒക്കെ മഹാ മറന്നുപോയി. ഇങ്ങനെ മുമ്പിലുള്ള ആളെ കൈകാര്യം ചെയ്യാനുള്ള പ്രത്യേക ട്രിക്ക് ഇബ്ലീസിനറിയാം. നൂഹ് നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകൾക്കുള്ള വിഷമം ആകെ ഇത്രയും കാലം ബയല് പറഞ്ഞിട്ട് കിട്ടിയത് ഈ കപ്പലിലെ 4 മുഅ്മിനീങ്ങളാണ്. ഇനി ആ മുഅ്മിനീങ്ങൾ നശിച്ചു പോകരുത്, അവർ വഴികേടിലായി പോകരുത് എന്നൊരു ആശങ്ക മാത്രമേ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലുള്ളൂ. അത് ഇബ്ലീസിന് ശരിക്കറിയാം. ഇബ്ലീസ് പറഞ്ഞു, ഞാൻ സാധാരണ മനുഷ്യന്മാരെ പിഴപ്പിക്കണ ഒരു 5 സംഗതി ഉണ്ട്. ആ 5 സംഗതിയിൽ നിന്ന് 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, 2 പറഞ്ഞു തരൂല. അല്ലാഹു തആല നൂഹ് നബി അലൈഹിസ്സലാമിന് വഹി അറിയിച്ചു, നബിയെ ആ 3 വിട്ടളി, 2 ഏതാ ചോദിച്ചു നോക്കി, അതാ ഡേഞ്ചർ. 3 ഒഴിവാക്കിക്കളി, ബാക്കി 2 ഏതാന്ന് ചോദിച്ചു നോക്കൂ, അതാ കുറച്ച് ഡേഞ്ചർ. ഗത്യന്തരമില്ലാതെ ഇബ്ലീസ് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഞാൻ പറയില്ല എന്ന് തീരുമാനിച്ച 2 കാര്യങ്ങളിൽ ഒന്ന് അസദാണ്. എന്നിട്ട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് തന്റെ വികാരം പങ്കുവെക്കുകയാണ്. ഫഅമ്മൽ അസദു ഫബിൽ അസദി ലുഇൻതു വജുഇൽതു റജീമാ. ആകാശ ലോകത്ത് എന്റെ നെറ്റിത്തടം വെക്കാത്ത ഇടങ്ങളില്ല, എന്നിൽ നിന്ന് അറിവ് പഠിക്കാത്ത മലാകമാരില്ല, എന്നിട്ടും ഞാൻ ആക്ഷേപിക്കപ്പെടുന്നു, എന്നിട്ടും ഞാൻ ആട്ടിയോടിക്കപ്പെടുകയാണ്. ഇത്രത്തോളം ഞാൻ ആക്ഷേപിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഇത്രത്തോളം ഞാൻ അവഹേളിക്കപ്പെടാനുള്ള കാരണം എന്താണ്? അന്ന് അബുൽ ബശർ ആദം അലൈഹിസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് എന്റെ മനസ്സിൽ വന്ന അസൂയയാണ്. അന്ന് അസൂയ തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ ഇക്കോലത്തിലാകുമായിരുന്നില്ല. കണ്ടോ നിങ്ങൾ, ഏത് വല്യോനും ചെറുതാകാൻ പറ്റിയ സാധന അസൂയ. ഏത് മഹാനും മോശക്കാരനാകാൻ പറ്റിയ ചരക്കാണ് അസൂയ. ഇബ്ലീസ് എന്ന മലക്കുകളുടെ കൂട്ടത്തിലെ 1-ാമൻ, ലോകത്തെ ഏറ്റവും വലിയ വൃത്തികെട്ടവനായി മാറിയത് അസൂയ കാരണത്താലാണ്. അസൂയ എന്നതിന്റെ ഏട്ടനോ അനുജനോ ഒക്കെ ആയിട്ട് എണ്ണാൻ പറ്റിയ സംഗതിയാണ്. പിന്നെ അഹങ്കാരം, അതും ഇബ്ലീസിന് കമ്മില്ല. അതുകൊണ്ടാണ് ഈ കാലത്തിനിടക്ക് നന്നാകാൻ ഇബ്ലീസിന് തൗഫീഖില്ലാത്തത്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് ഇബ്ലീസ് ഒരു മനുഷ്യന്റെ കോലത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് ചെന്നു. എന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒരു മനുഷ്യൻ തൗബ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, എനിക്ക് തൗബ ഉണ്ടോന്ന് അള്ളഹാനോട് ചോദിച്ചു നോക്കിയാർ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാം അള്ളഹാനോട് അന്വേഷിച്ചു, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു സാധു, മൂപ്പർക്ക് തൗബ കൊടുക്കാൻ പറ്റുമെന്നാണ് ചോദ്യം.
അള്ളാഹ് പറഞ്ഞു തൗബയൊക്കെ നമുക്ക് കൊടുക്കാം. ആദം അലൈഹിസ്സലാമിന്റെ ജാർത്തങ്ങ പോയിട്ട് 2 സുജൂദ് ചെയ്ത് വരാൻ പറയും. ഇബ്ലീസ് പറഞ്ഞു ആയാത്ത് കാലത്ത് അപ്പണിക്ക് ഇഞ്ഞ കിട്ടിയിട്ടില്ല, എന്നിട്ട് മരിച്ചിട്ട്. അല്ലെങ്കിലും നമ്മളെ നാട്ടിലൊരു വർത്താനുണ്ട്, മക്ബറയിൽ ജാറത്തിങ്ങ പോകാൻ പറ്റുമോ പറ്റൂല എന്നുള്ള ഒരു തർക്കം. ആ തർക്കത്തിൽ ഒരു അർത്ഥമല്ല. കാരണം ഹയാത്തിലെ തങ്ങന്മാരെ കയ്യുത്താത്തോന് ജാറത്തും ഒരു പണി ഉണ്ടാവില്ല എന്ന് ഉറപ്പല്ലേ. ജീവിച്ചിരിക്കണ മഹാന്മാരെടുത്ത് വന്ന് ദ്വാരിപ്പിച്ചാത്തോന് മക്ബറയിലും തത്താ പണി ഓനതിന് കിട്ടൂല എന്ന് ഉറപ്പാ. ഇബ്ലീസ് പറഞ്ഞു ആയാത്ത് കാലത്ത് ആ പണിക്കും ഞാൻ കിട്ടിയിട്ടില്ല, എന്നിട്ട് മരിച്ചിട്ട് ഇപ്പൊ ഞാൻ കിട്ടണെന്ന് പറഞ്ഞ അന്ന് മടക്കം കുത്തി പോയതാ, പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോഴും ആ പോക്ക് പോകുക ഇബ്ലീസ്. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നൂഹ് നബി അലൈഹിസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞു അതിൽ ഡേഞ്ചറായ ഒരു സംഗതി അസൂയയാണ്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ. ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് അസൂയ വന്നാൽ ആ അസൂയയുള്ള മനസ്സുമായി അവന് നന്മ ചെയ്യാൻ കഴിയില്ല. അവന്റെ ജീവിതത്തിലെ നന്മകളെയല്ല, അസൂയയുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ മുഴുവൻ നന്മകളെയും വിറകിനെ തീ തിന്നുന്നതുപോലെ തിന്ന് നശിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. മനുഷ്യന്റെ മനസ്സിൽ അസൂയ ഉണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു നന്മയുടെയും കൊയ്ത്ത് നടത്താൻ അവന് കഴിയില്ല. നാടൻ മട്ടത്തിൽ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ അയൽവക്കത്ത് ഒരു ആചാര്യണ്ട്. ആ ആചാര്യ മക്കളൊക്കെ ഗൾഫിലാ. എന്നാലും ഈ ഇടമഴന്റെ കാലത്ത് ഒരു തക്കം കിട്ടിയാൽ ആജിക്ക കഴിക്കോട്ട് കൊടുത്തിട്ട് മുറ്റത്തിറങ്ങി കളക്കും. നാള് പൂളക്കേങ്ങ് കുത്താൻ പറ്റിയ തറ മാടിയിട്ട് അവിടെ മൂപ്പര് നാള് കൊമ്പ് കുത്തും. ഒന്നിനും അല്ല, ഇങ്ങനെ കൈക്കോട്ടൊക്കെ കൊത്തിയ ഒന്ന് കൊളസ്ട്രോളൊക്കെ പാകായി കിട്ടിക്കോളും. മാത്രല്ല ഈ ചാറ്റൽ മഴ ഇങ്ങനെ പെയ്യുമ്പോ ഒന്നാണ് കുറച്ച് 4 കേങ്ങ് കിട്ടിയാൽ കുറച്ച് പലവകയും വാങ്ങി തിന്നാലോ എന്നൊക്കെ ഒരു നല്ല ഉദ്ദേശം മൂപ്പരിക്കോളും. ഹാജരാക്കാന്റെ മക്കള് ഗൾഫ് പോയ അന്ന് മുതൽക്ക് അയാളെ പിന്നാലെ കൂടാൻ തുടങ്ങിയത് അയലോകത്തെ പോക്കരുട്ടി. ആചാരാക്ക കൈക്കോട്ട് കൊടുത്ത് മിറ്റത്തിറങ്ങിയ പോക്കരുട്ടി സിറ്റ് ഔട്ടിലവിടെ വന്നു. പിന്നെ ആചാരാക്കാനെ നിരൂപി ആ തന്തന്റെ ഒരു പീറ കണ്ടോ, മക്കള് മുഴുവൻ ഗൾഫില, എന്നാലും അയാൾക്ക് ഇതൊന്നും നിർത്തിക്കൂടെ. ഈ പറയുന്ന നേരം ചങ്ങായിക്ക് കൈക്കോട്ടെടുത്ത് മിറ്റത്തിറങ്ങി ഓന്റെ മിറ്റത്ത് 4 തറ മാന്തി അവിടെ കൊമ്പുത്തി അവിടെ ഉണ്ടാവും ഈ കേങ്ങ്. പക്ഷെ ഓനതിന് കൂടുന്നില്ല, ഓൻ ഇയാളെ പിന്നാലെ സൈക്കിള് മേല. അയില് എണ്ണ കത്തിച്ചാണ് വണ്ടി തേയാന്നല്ലാതെ ഇവനുണ്ടോ 4 പൂളക്കേങ്ങ് പറിച്ചാൻ തോന്നുന്നു. നാടൻ മട്ടത്തിൽ നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന സംഗതി അത്. അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ ഖാല റസൂലുള്ളാഹി. നമ്മക്കൊരു നന്മ ചെയ്യാൻ കൂടൂല, നമ്മളുള്ള ആയുസ് മുഴുവൻ മറ്റവന്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടി. മുമ്പൊരു ചങ്ങായി ദ്വാരുന്നില്ലേ, അയൽവക്കത്ത് നല്ല സൗകര്യവും സന്തോഷമുള്ള ഒരു നല്ല പണമുള്ള ആചാര്യണ്ട്. ആ ആചാര്യ സന്തോഷം സുഖമൊക്കെ കണ്ടപ്പോ അയലോക്കത്ത് മയമൂട്ടി ദ്വാരുന്നു, പഠിച്ചോനെ ആചാരാക്കാനെ പോലെ എനിക്കും കുറച്ച് സമ്പത്ത് തന്നോക്ക, എന്നാ എനിക്കൊന്ന് സോം പോലെ കടന്നുറങ്ങിക്കൂടെ. ഒരു 5-6 മാസമൊക്കെ ദ്വാരുന്നു, ഉത്തരവൊന്നും കിട്ടിയില്ല. അപ്പൊ മൂപ്പര് ദ്വയം എന്നാണ് മാറ്റി, ആചാരാക്കാനെ പോലെ എന്നെ ആക്കണില്ലെങ്കിൽ റഹ്മാനായ റബ്ബെ എന്നെ പോലെ ആചാരാക്കാൻ ആക്കിക്കൊണ്ടെന്നാലൊന്ന് കടന്നുറങ്ങേനി. ഇതിനാണ് അസൂയ എന്ന് പറയുന്നത്. ഞാൻ നന്നാകണമെന്നില്ല, മറ്റോ എരപ്പായാ മതി. ഈ ഒരു അജണ്ട മനസ്സിൽ വന്നാൽ അവർക്കുണ്ടോ നന്മ ചെയ്യാൻ കഴിയുന്നു, അവർക്കുണ്ടോ ഖൈർ ചെയ്യാൻ കഴിയുന്നു, അവർക്കുണ്ടോ ആഖിറത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നു. അൽ ഹസദു യഅകുലുൽ ഹസനാത് കമാ തഅകുലുൻ നാറുൽ ഹതബാ. പിന്നെ അസൂയക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ തമ്മിൽ അത് ഉണ്ടാകുക. മനുഷ്യന്മാരെ തമ്മു തെറ്റിച്ചാൻ ഇത്ര നല്ല സംഗതി വേറല്ല. അങ്ങനെയാണ്. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയതിന്റെ പേരിൽ ഒരൊറ്റ ദിവസം എനിക്ക് ഉറക്കു പോയിട്ടില്ല. ഇന്റെ അയലോകക്കാരൻ ഒരു പഞ്ചായത്ത് മെമ്പർ ആയി നോക്കണോ, ഉറക്കം കിട്ടൂല എനിക്ക്. കാരണം എന്താ, അത് അങ്ങനെയാണ്. ഓട്ടോറിക്ഷക്കാരനും തമ്മിൽ ഫിറ്റ് ആവൂല, മോലിയാരും തമ്മിൽ ഒത്തുപോകൂല. അങ്ങനെയാണ് നമ്മളെ നാട്ടിലൊക്കെ സാധാരണ അമ്മായിമ്മ പോരാ ഉണ്ടാകില്ല, അമ്മോശം പോരിനേക്കാളും. കാരണം മരോളും പെണ്ണാണ്, അമ്മായിമ്മയും പെണ്ണാ, ജാതി ഒക്കൂല. അവിടെയാണ് ഈ പ്രശ്നം വരിക.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ മുസീബത്താണ്, വലിയ അപകടമാണ് അസൂയ. ഇബ്ലീസ് നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, രണ്ടാമത്തെ അപകടം എന്താണ്? ഹിർസാണ്, അത്യാഗ്രഹം. ഫഅമ്മൽ ഹിർസു ഫഇന്നഹു ബിയലി ആദമൽ ജന്ന. അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല സ്വർഗ്ഗം മുഴുവനും ഹലാലാക്കി പോയി. ഇല്ല ശജറ, ഒരു വൃക്ഷമേ അല്ലാഹു തആല നിഷേധിച്ചിട്ടുള്ളൂ, ആ മരത്തിന്റെ അടുത്തേക്ക് അടുത്തുകൂടാ. ഇബ്ലീസ് പറയാണ്, അന്ന് ആദം അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഞാൻ ആ മരത്തിനോടുള്ള ആഗ്രഹം ഇട്ടുകൊടുത്തു. ഇപ്പുറത്ത് ഒരുപാട് മരങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിലേക്കൊക്കെ ആദം അലൈഹിസ്സലാമിന് യഥേഷ്ടം വിഹരിക്കാം, സഞ്ചരിക്കാം. പക്ഷേ പോണ്ടാന്ന് പറഞ്ഞ മരത്തുമ്പലേക്ക് ഒരു താല്പര്യം ഇബ്ലീസ് ഇട്ടു കൊടുത്തതാണ്. അവസാനം ആദം അലൈഹിസ്സലാം ആ മരത്തിന്റെ അടുത്തെത്തി. പക്ഷേ ആദം അലൈഹിസ്സലാം അന്ന് സ്വർഗത്തിൽ വെച്ച് ചെയ്തത് ഒരു ഹറാമല്ല. കാരണം മരത്തിലേക്ക് അടുക്കരുത് എന്നൊരു ഹറാമിന്റെ സ്വരത്തിലുള്ള നിർദ്ദേശമല്ല. പിന്നെയോ ആദം അലൈഹിസ്സലാം അത് ചെയ്തത് അള്ളയും ആദം അലൈഹിസ്സലാമും തമ്മിലുള്ള ബന്ധവും ഇടപാടും അനുസരിച്ചുണ്ടാകാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. നമ്മൾ സാധാരണ പറയലുണ്ടല്ലോ, അവൻ എന്നോട് അത് ചെയ്യാൻ പാടില്ല, മറ്റോൻ അതേ സംഗതി എന്നോട് ചെയ്തൊക്കെയാണെങ്കിൽ അത്ര പ്രശ്നമൊന്നുമില്ല, ഇവൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇവൻ ചെയ്തപ്പോ അത് വലിയ സംഗതിയായി. അത്രയായിരുന്നു. കാരണം എന്താ, ഇവനും ഞാനും അങ്ങനെയാണ്. അത്ര ഞങ്ങൾ ലോകക്കാരായിട്ട് അവൻ എന്നോട് അത് ചെയ്തല്ലോ, അത് മോശമായി, ഓൻ ചെയ്ത് മോശമായി, ഇപ്പുറത്തുള്ളവൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ അത് അങ്ങനെ വിടാമായിരുന്നു നമുക്ക് എന്നതുപോലെ ഹറാമായ കാര്യം ചെയ്തു എന്ന അർത്ഥത്തിലല്ല. കാരണം അമ്പിയാക്കൾ തെറ്റു ചെയ്യുകയില്ല. കുല്ലുഹും മഅ്സൂമൂൻ, ഹറാമിന്റെ പരിധിയിൽ വരുന്നതല്ല. എന്നാലും പ്രിയപ്പെട്ട സഹോദരന്മാരെ, അന്ന് ആഗ്രഹം ആദം അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ഇബ്ലീസ് ഉണ്ടാക്കിയതുകൊണ്ട് എന്ത് സംഭവിച്ചു? സ്വർഗത്തുനിന്ന് പോരേണ്ടി വന്നു. പക്ഷെ അന്ന് ആദം അലൈഹിസ്സലാമിന് ചെറുതേ തോന്നിയിട്ടുള്ളൂ. മക്കളെ കഥ പറയണ്ട, മനുഷ്യന്മാരെ കഥ പറയേണ്ട. അത്യാഗ്രഹം മനുഷ്യന്റെ ജന്മവാസനയായി തീർന്നു. അത്യാഗ്രഹം മനുഷ്യന്റെ കൂടപ്പറപ്പായി. വേണ്ടാന്ന് പറഞ്ഞു കൊടുത്തൊക്കെ ഒരു ആഗ്രഹമാണല്ലോ മനുഷ്യനുണ്ടാകുക. ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള ആഗ്രഹം. ചെറുപ്പത്തിലെ അങ്ങനെയാ. ഒരു കൊച്ചു കുട്ടിയോട് മോനെ അവിടേക്ക് പോകല്ലേ എന്ന് പറഞ്ഞാൽ അവിടേക്കേ പോകുള്ളൂ. ചെറുപ്പത്തിലെയുള്ള സ്വഭാവം. കാരണം അത് മനുഷ്യന്റെ ജന്മവാസനയാണ്. ആവശ്യത്തിന്റെ അപ്പുറത്തുള്ള ആഗ്രഹം. ആ ആഗ്രഹമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. ആ ആഗ്രഹമാണ് മനുഷ്യനെ തകർത്ത് കളയുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബ് ലബ്തഗാ സാലിസാ. ഒരു മനുഷ്യന് അല്ലാഹു തആല 2 മലഞ്ചെരു നിറയെ സ്വർണം കൊടുത്താൽ അൽഹംദുലില്ലാ അത്യാവശ്യമായി എന്ന് പറയണ മനസ്സ് മനുഷ്യനുണ്ടാകൂല. ലബ്തഗാ സാലിസൻ, അടുത്ത മല എവിടെയാണ്? ഏത് റബ്ബർ തോട്ട, ഏത് കുന്നുമ്മല? ആചാരാക്കാന്റെ മുട്ട് മടക്കാൻ കഴിയണില്ല, നിർത്താൻ കഴിയണില്ല. എന്നാലും മൂപ്പര് മലയുടെ മുകളിലെത്തിപ്പോയി. 2 നല്ല തോട്ടം അടിയാധാരം കയ്യിലുണ്ട്, അതുമ നിർത്തിയിട്ടില്ല. ലബ്തഗാ സാലിസാ. 2 സ്വർണത്തിന്റെ മലഞ്ചെരുവിന്റെ അടിയാധാരം കയ്യിലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ 3ാമത്തെ സ്വർണമല അന്വേഷിക്കുകയാണ്. വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്. മനുഷ്യന്റെ വയറ് നിറക്കാൻ, മനുഷ്യന്റെ ആഗ്രഹം നിറക്കാൻ മണ്ണിനല്ലാതെ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, വലാ യംലഉ ജൗഫ ബിനി ആദമ ഇല്ല തുറാബ്. മണ്ണല്ലാതെ മനുഷ്യന്റെ വയറ് നിറക്കുകയില്ല. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്കുങ്ങൾ, നമ്മളാരും മോശക്കാരല്ല. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്ന ശൈലി നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല.